ഹലോ ഡിയേഴ്സ്, 9th മാത്സിൽ നിങ്ങൾക്ക് എക്സാമിന് വരാൻ പോകുന്ന കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻസ് നിർമ്മിതികളെല്ലാം ഒന്ന് ഒരുമിച്ച് നമുക്കൊന്ന് വരച്ചു പഠിച്ചാലോ? നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാ കൺസ്ട്രക്ഷൻസും ഒരുമിച്ച് ഒറ്റയടിക്ക് കിട്ടാൻ പോവാണ്. ചെയ്ത് പഠിച്ചോ, അതിലൊരു 2 എണ്ണം എക്സാമിന് എന്തായാലും വരും. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ മക്കളെ, അപ്പൊ കൺസ്ട്രക്ഷൻസിൽ നിങ്ങൾക്ക് വരാനുള്ളത് പാരലൽ ലൈൻസ്, സമാന്തര വരകൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആ സമാന്തര വരകൾ എന്ന് പറയുന്ന ചാപ്റ്ററിനാണ് നമുക്ക് വരയ്ക്കാനുള്ള ചോദ്യങ്ങൾ എക്സാമിന് ഉണ്ടാവുക. അപ്പൊ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് അറിയാം, ഒരു ലൈൻ വരച്ച് ഡിവൈഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും, അതേപോലെ സ്ക്വയർ വരയ്ക്കുന്നത്, റെക്ടാംഗിൾ വരയ്ക്കുന്നത്, അതേപോലെ സമഷഡ്ഭുജൊക്കെ വരച്ച ഓർമ്മ ഉണ്ടോ? ഹെക്സഗൺ ഒക്കെ വരച്ച ക്വസ്റ്റ്യനിലെ അങ്ങനെ കുറെ ചോദ്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്ററിൽ വരച്ച് പഠിക്കാനുണ്ട്. നോക്കാം ക്വസ്റ്റ്യൻസിലേക്ക്. ഫസ്റ്റ് വൺ, ഡ്രോ എ ലൈൻ 10 സെന്റിമീറ്റർ ലോങ് ആൻഡ് ഡിവൈഡ് ഇറ്റ് ഇൻടു 3 ഈക്വൽ പീസസ്. ഒരു 3 മാർക്കിന് ചോദിക്കാൻ പറ്റിയ ഒരു ചെറിയ കൺസ്ട്രക്ഷൻ ക്വസ്റ്റ്യൻ ആണ് ഇത്. വരയ്ക്കേണ്ടത് 10 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരച്ചിട്ട് ആ വരേനെ നിങ്ങൾ എന്താക്കി മാറ്റണം? മൂന്ന് ഭാഗങ്ങളാക്കിയിട്ട് എത്ര മാറ്റേണ്ടത്? വരച്ച് അതിനെ 3 സമഭാഗങ്ങളാക്കുക. 3 ഈക്വൽ പാർട്ടാക്കി നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യണം. ചെയ്ത് നോക്കാം എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ആൻസറിലേക്ക് കിടക്കുക. ആദ്യം നിങ്ങൾ 10 സെന്റിമീറ്ററിലെ ഒരു ലൈൻ വരയ്ക്കലാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ സ്കെയിൽ എടുത്തിട്ട് 10 സെന്റിമീറ്ററിലെ ഒരു വര വരച്ചുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണേ. നോക്കണേ, എന്നിട്ട് അതിന്റെ ഉള്ളിലാണ് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. 10 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈൻ ആദ്യം അങ്ങോട്ട് വരച്ചു വെക്കുക. ഓക്കെ, ഞാൻ വരച്ച കണ്ടോ? സ്കെയിൽ എടുക്കുക, 10 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുക. ആ വരേനെ നമുക്ക് 3 തുല്യ ഭാഗങ്ങളാണ് ആക്കേണ്ടത്. 3 തുല്യ ഭാഗങ്ങൾ. അങ്ങനെ 3 ഈക്വൽ പാർട്ടാക്കാൻ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, 3 ഈക്വൽ പീസ് ആക്കാൻ പറ്റുന്ന ഒരു ലൈൻ എടുത്തോ. നിങ്ങൾ 6 സെന്റിമീറ്റർ ആണ് എടുക്കുന്നതെങ്കിൽ 6 നമുക്ക് എന്താക്കാം? 2 2 2 3 2 ആക്കി വെച്ചൂടെ. ഇനി നിങ്ങൾ 9 എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ 3 3 3 എന്ന് എടുത്താൽ മതി. അങ്ങനെ ഈക്വൽ പാർട്ടാക്കി മാറ്റാം. നിങ്ങൾ കഴിയുന്നതും നമ്മളിപ്പം വരച്ചത് 10 സെന്റിമീറ്ററിലല്ലേ, അപ്പൊ 10നോട് ചേർന്ന് നിൽക്കുന്ന ഒരു നമ്പർ എടുക്കുന്നതാണ് എപ്പോഴും ഒരു കാണാൻ ഭംഗി ഉണ്ടാവുക. 6 എടുത്താലും ആൻസർ കിട്ടും. നമുക്ക് 9 എടുക്കാം. ഇനി 12 വേണ്ടവർക്ക് 12 എടുക്കട്ടോ. 12 വേണ്ടവർ എന്ത് ചെയ്യാം? 4 4 4 ന്ന് 3 ഈക്വൽ പാർട്ടാക്കി എടുത്താൽ മതി. നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി, ഇവിടെ നമുക്ക് 10 ആയതുകൊണ്ട് നമുക്കതിനെ 3 ഈക്വൽ പാർട്ടാക്കണം. നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ലൈൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ചരിച്ച് വരയ്ക്കലാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ആ ചരിച്ച് വരയ്ക്കുന്ന ലൈനിന്റെ ലെങ്ത് എത്ര വേണമെന്ന് അറിയോ? എത്ര ലെങ്ത്തിൽ നമ്മൾ വരയ്ക്കുന്നത്? നമ്മൾ തീരുമാനിച്ചു, നമ്മൾ ഒരു 9 സെന്റിമീറ്ററിൽ വരയ്ക്കാനാണ് തീരുമാനിച്ചത്. ജോയിൻ ചെയ്ത് നോക്കട്ടെ. 9 സെന്റിമീറ്റർ ഇവിടുന്ന് വന്നിട്ട് ഇവിടുന്ന് ഒന്ന് പോട്ടെ. 3 4 5 6 7 8 9 ഇവിടം വരണ്ടോ. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് ഓക്കെ. ആ 9 സെന്റിമീറ്ററിന് നിങ്ങൾ ഇനി എന്ത് ചെയ്യണം? 3 ഈക്വൽ പാർട്ടാക്കി മാറ്റുക. എങ്ങനെയാ 3 ഈക്വൽ പാർട്ടാക്കി മാറ്റുക? 3 സെന്റിമീറ്റർ വരെ ഒരു കഷ്ണം, അത് കഴിഞ്ഞ് 6 വരെ അല്ലെ, അടുത്ത 3, ലാസ്റ്റിലത്തെ 3 ഇവിടെ തീരുന്ന സ്ഥലത്തും. എന്നിട്ട് സ്കെയിൽ ഒന്ന് മാറ്റി വെച്ചോ. നമ്മൾ ചെയ്ത പരിപാടി, ഇവിടെ വരെ 3 സെന്റിമീറ്റർ, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 3 സെന്റിമീറ്റർ, അതിനുശേഷവും ഒരു 3 സെന്റിമീറ്റർ. ഇങ്ങനെ നമ്മൾ 9 എടുത്തിട്ട് 3 ഈക്വൽ പാർട്ടാക്കി മാറ്റി. എന്നാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ 6 എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ 2 2 2 എന്ന് എടുത്താൽ മതി. ഓക്കെ, ഐഡിയ മനസ്സിലാക്കേ. എന്തിനാ 3 പാർട്ട്? നമുക്ക് 3 സമഭാഗങ്ങളാണ് കിട്ടേണ്ടത്. തുല്യമായ 3 പാർട്ട് കിട്ടണം. അതുകൊണ്ട് നമ്മൾ 3 പീസാക്കി. ഇനി ഇത് തമ്മിൽ ജോയിൻ ചെയ്ത് വെക്കലാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. ഇത് തമ്മിൽ ജോയിൻ ചെയ്യേണ്ട ഈ അറ്റം കണ്ടതാ, ഈ അറ്റത്ത് നിന്ന് കറക്റ്റ് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്തതാ, ഇങ്ങനെ ജോയിൻ ചെയ്ത് വെക്കലാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഇത് ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഈ വരച്ച് വെച്ച ലൈനിന് ഒരു പാരലൽ ലൈൻ വരയ്ക്കണം. ഇതിൽ കൂടിയാണ് ആ പാരലൽ പാസ് ചെയ്യേണ്ടത്. നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചൊരു പോയിന്റിൽ ഇവിടെ ഒരു പോയിന്റും ഇവിടെ ഒരു പോയിന്റും ഇല്ലേ, ആ പോയിന്റിൽ കൂടിയാണ് നമ്മൾ പാരലൽ വരയ്ക്കേണ്ടത്. അതിനുവേണ്ടി നിങ്ങൾ എന്താ എടുക്കേണ്ടത്? പാരലൽ ലൈൻ വരയ്ക്കാൻ നമ്മൾ എങ്ങനെയാ വരയ്ക്കല്? പാരലൽ നമ്മളിതാ ഇങ്ങനെ സെറ്റ് സ്ക്വയർ എടുത്തിട്ട് ഇങ്ങനെ കറക്റ്റ് ആക്കിയിട്ട് ഇതിന് കറക്റ്റ് ഇങ്ങനെ സെറ്റ് സ്ക്വയർ വെക്കും. എന്നിട്ട് നമ്മൾ സൈഡിലായിട്ട് സ്കെയിൽ കൊണ്ടുവെക്കും അല്ലെ. സെറ്റ് സ്ക്വയർ എടുത്തിട്ട് ഈ സൈഡിൽ കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ സ്കെയിൽ വെക്കുന്നു. എന്തിനാ സ്കെയിൽ വെക്കുന്നത്? നമ്മൾ വെച്ച സെറ്റ് സ്ക്വയർ നീങ്ങി പോവാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ സ്കെയിൽ കറക്റ്റ് സൈഡിൽ വെക്കാം. ബാക്കി സ്റ്റെപ്പ് നോക്കണേ. സെറ്റ് സ്ക്വയർ ഇങ്ങനെ കറക്റ്റ് നമ്മുടെ ലൈൻ, ഏത് ലൈനാണോ പാരലൽ വരയ്ക്കേണ്ടത് അവിടെ കറക്റ്റ് ആക്കി സെറ്റ് സ്ക്വയർ വെക്കുക. സ്കെയിൽ ഇപ്പുറത്ത് ഭാഗത്ത് വെക്കുക. എന്നിട്ട് സ്കെയിൽ അവിടെ അമർത്തി പിടിക്കാം. സ്കെയിൽ അവിടെ അമർത്തി വെച്ചോ, സ്കെയിൽ ഒന്നും ചെയ്യണ്ട. എന്നിട്ട് സെറ്റ് സ്ക്വയർ നീക്കി കൊണ്ടുപോകാം. ഇങ്ങനെ നീക്കി കൊണ്ടുപോവുക. എവിടം വരെ നീക്കി കൊണ്ടുപോകണം? ഇത് ഇങ്ങനെ സ്ലൈഡ് ചെയ്തിട്ട് നമ്മുടെ ലൈനില്ലേ, നമുക്കൊരു പോയിന്റ് ഇല്ലേ, ഇവിടെ ഒരു നമ്മൾ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്ത് വെച്ചൊരു പോയിന്റ് ഇല്ലേ, ആ പോയിന്റ് എത്തുന്നവരെ ഇങ്ങനെ നീക്കി കൊണ്ടുപോവുക. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അങ്ങോട്ട് ജോയിൻ ചെയ്ത് വരച്ചാൽ നമുക്കൊരു പാരലൽ ലൈൻ കിട്ടി. ഇതിന്റെ പാരലലാണ് ഇപ്പൊ ഇവിടെ വരച്ചിട്ടുണ്ടാവുക. ഇനി നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താ? അതേ സ്കെയിൽ അവിടെ നീക്കി പിടിച്ചോ, അമർത്തി പിടിച്ചോ. എന്നിട്ട് സെറ്റ് സ്ക്വയർ നീക്കി കൊണ്ടുപോകുന്നു. എവിടെ വരെ എത്തണം? നമ്മുടെ അടുത്ത ലൈനിൽ വരയ്ക്കാനുള്ള പോയിന്റ്. ഇവിടെ നിന്നാണ് നമ്മൾ ഇനി അടുത്ത ലൈന് കറക്റ്റ് വരയ്ക്കുന്നു. ഓക്കെ, ഇപ്പൊ നമ്മൾ വരച്ചു വെച്ച ഈ ലൈന് കണ്ടോ?
ഈ ലൈനാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ളത്. ഓക്കെ, ആൻസർ കിട്ടി. നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ച് നോക്കാം എന്തൊക്കെയാണ് കിട്ടിയെന്ന് നോക്കട്ടെ. സ്കെയിലും അതേപോലെ സെറ്റ് സ്ക്വയർ ഒക്കെ ഒന്ന് മാറ്റി നോക്കേ. ഇപ്പം നമുക്ക് കിട്ടിയത് ഇതിന്റെ പാരലൽ ഇത്, ഇതിന്റെ പാരലൽ ഇത്. മക്കളെ പാരലൽ ലൈൻസ് ആണ്. ഓൾറെഡി ഇതാ ഈ 9 സെന്റിമീറ്റർ 3 3 3 എന്ന് 3 ഈക്വൽ പാർട്ടായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ വരുന്ന നമ്മുടെ 10 സെന്റിമീറ്റർ കണ്ടോ, താഴെ കിടക്കുന്ന 10 സെന്റിമീറ്ററിലെ അതിപ്പോൾ 3 ഈക്വൽ പാർട്ടായിട്ട് മാറി. ഒരെണ്ണം ദാ ഇവിടെ, ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം ഇവിടെ, ഇങ്ങനെ 3 ഈക്വൽ പാർട്ടായിട്ട് അത് മാറി. ഇനി ആ ഒരു കഷ്ണം എത്രയെന്ന് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? 10 ആണ് ടോട്ടൽ ഉള്ളത്. 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആ ഒരു പീസിന്റെ ലെങ്ത് എത്രയാണെന്ന് മനസ്സിലാവും. 10/3 എത്രയാ? 3 × 3 9, റിമൈൻഡർ 1. നമ്മൾ ഇത് മിക്സഡ് ഫ്രാക്ഷൻ ആക്കി പറഞ്ഞാൽ 3 1/3 എന്ന് നമുക്ക് ഇതിനെ പറയാൻ പറ്റും. ഈ വാല്യൂ, ഈ ഒരു ഭാഗത്തിന്റെ വാല്യൂ 3 1/3 സെന്റിമീറ്റർ ആയിരിക്കും കേട്ടോ. അത് ചോദിച്ചാൽ ചെയ്താൽ മതി, ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ആ ഒരു സൈഡ് 10നെ 3 പീസാക്കിയാൽ എത്ര കിട്ടും? അതായിരിക്കും ആ ഒരു സൈഡിന്റെ ലെങ്ത്. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോയാലോ? അങ്ങനെയാണെങ്കിൽ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ഒരു ലൈൻ വരച്ച് അതിനെ ഈക്വൽ പാർട്ടാക്കി മാറ്റുക. ഇനി ഈക്വൽ അല്ല റേഷ്യോ ആക്കി തന്നാലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യത്തിലേക്ക് പോയി നോക്കാം. അന്നപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ കിട്ടിയേ. ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് പെരിമീറ്റർ 15 സെന്റിമീറ്റേഴ്സ്. ഏറ്റവും കൂടുതൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡ്രോ. ഇത് ചോദിച്ചാൽ 4 മാർക്കാം. ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് പെരിമീറ്റർ 15 സെന്റിമീറ്റേഴ്സ് ആൻഡ് സൈഡ്സ് ഇൻ ദ റേഷ്യോ 3:4. നിങ്ങൾ ചെയ്യേണ്ടത് ചുറ്റളവ് 15 സെന്റിമീറ്ററും വീതിയും നീളവും 3:4 എന്ന അംശബന്ധത്തിലുമായ ചതുരം വരയ്ക്കണം. നിങ്ങൾ ആദ്യം ഇങ്ങനത്തെ ചതുരം വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ കിട്ടിയാൽ, റെക്ടാംഗിൾ വരയ്ക്കാനുള്ള ചോദ്യം കിട്ടിയാൽ ആദ്യം ആ പെരിമീറ്റർ എത്രയാ നോക്കുക. എത്രയാ? 15 ആണ് പെരിമീറ്റർ. അപ്പൊ റെക്ടാംഗിൾ വരയ്ക്കുന്ന ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം ചെയ്യേണ്ടത് ആ പെരിമീറ്ററിന്റെ നേരെ പകുതി എടുക്കുക. പെരിമീറ്ററിന്റെ പകുതി എത്രയാ? 15ന്റെ പകുതി 7.5 സെന്റിമീറ്റർ അല്ലേ? അതിൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്താൽ മതി. സംഭവം സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ. ചെയ്ത് നോക്കണേ. ആദ്യം നമ്മൾ ചെയ്യുന്ന പരിപാടി 7.5 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കലാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നോക്കേ, ആദ്യത്തെ സ്റ്റെപ്പ് കണ്ടോ, 7.5 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, 7.5 സെന്റിമീറ്ററിൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരു വര ചരിച്ച് വരയ്ക്കുന്ന സ്റ്റെപ്പിൽ ഓർമ്മ ഉണ്ടോ? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കേണ്ടത് നമുക്ക്. നേരത്തെ നമ്മൾ അത് 9 സെന്റിമീറ്ററിലാണ് വരച്ചത്. ചരിച്ചു വരച്ചത് നേരത്തെ 9 സെന്റിമീറ്ററിലായിരുന്നു. ഇത്തവണ എത്രയിലാണ് വരയ്ക്കേണ്ടത് അറിയോ? അതിനാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി. ക്വസ്റ്റ്യനിൽ കാണുന്ന കണ്ടോ, 3:4 ആണ് നമ്മുടെ റേഷ്യോ. 3:4. നിങ്ങൾ ആ റേഷ്യോ തമ്മിൽ ആഡ് ചെയ്യാം. 3ഉം 4ഉം കൂടെ അങ്ങോട്ട് ആഡ് ചെയ്യും. അപ്പൊ എത്രയായി? 7 സെന്റിമീറ്റർ എന്നാവുമല്ലോ. ആ 7 സെന്റിമീറ്ററിൽ നിങ്ങൾ സൈഡിൽ നിന്ന് വരയ്ക്കുക. ഈ സൈഡിൽ നിന്ന് വരയ്ക്കുന്ന ലൈൻ എത്രയല്ല വരയ്ക്കണ്ടേ? 7 സെന്റിമീറ്റർ. എവിടെ നിന്ന് കിട്ടി 7? ആ 3ഉം ആ 4ഉം കൂടെ പ്ലസ് ചെയ്ത 7 ആണ് കേട്ടോ. അങ്ങനെ 7 സെന്റിമീറ്റർ വരച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ട പരിപാടി എന്താണെന്നറിയോ? എന്താ ചെയ്യേണ്ടത്? 7 വരച്ചു കഴിഞ്ഞാൽ ആ 7നെ നമ്മൾ എടുത്ത പോലെ 3ഉം 4ഉം ആക്കി 2 കഷ്ണങ്ങളാക്കി മാറ്റുക. ഇവിടം വരെയുള്ള 3 സെന്റിമീറ്ററും അതിനുശേഷം ഇവിടം വരെ 4 ഉണ്ടാവും അല്ലെ? ഇങ്ങനെ 2 പീസാക്കി മാറ്റുക. ഇത്രയും 3 സെന്റിമീറ്റർ, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 4 സെന്റിമീറ്റർ. ക്ലിയറേ? ഇനി ചെയ്യേണ്ടത് എന്താ? നേരത്തെ ചെയ്ത അതേ പരിപാടി, ഒന്നുമില്ല, ഒരേ മെത്തേഡ് ഒരേ സ്റ്റൈലിലാണ് പഠിക്കുന്നത്. ഇനി ഈ അറ്റത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്ത് വെക്കുന്ന സ്റ്റെപ്പ്. ജോയിൻ ചെയ്യട്ടെ. ഈ 2 അറ്റങ്ങൾ തമ്മിൽ ജോയിൻ ചെയ്ത് ക്ലിയർ ആക്കി വെക്കലാണ് അടുത്ത പരിപാടിയെ. ഇങ്ങനെ വൃത്തിക്കുക. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യാം. ഇനി ഓർമ്മണ്ടോ? അടുത്ത സ്റ്റെപ്പ് ഓർമ്മണ്ടോ? ആ വരച്ച ലൈനിന്റെ സമാന്തര വര വരയ്ക്കണം. പാരലൽ ഇതിൽ കൂടെ വരയ്ക്കണം. ഇതിന്റെ പാരലൽ പോകേണ്ടത് ഇതാ, ഇതിൽ കൂടിയാണ് പാരലൽ പോകേണ്ടത്. അതിലെ പാരലൽ പോകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് സെറ്റ് സ്ക്വയർ വേണ്ടേ പാരലൽ വരയ്ക്കണമെങ്കിൽ? അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ട് പാരലൽ ലൈൻ വരയ്ക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് ആരെയാ? നമുക്ക് സെറ്റ് സ്ക്വയർ എടുത്തിട്ട് ഇതിന് കറക്റ്റ് ആക്കി വെച്ചാലേ നമുക്ക് പാരലൽ. ഇങ്ങനെ കറക്റ്റ് ആക്കി സെറ്റ് സ്ക്വയർ വെക്കുക. സൈഡിൽ സ്കെയിൽ വെക്കാൻ മറക്കരുതേ. സ്കെയിൽ സൈഡിൽ വെക്കണം, അല്ലെങ്കിൽ നമ്മൾ ഈ വെക്കുന്നത് ചരിഞ്ഞു പോവും. നിങ്ങൾ എക്സാമിനൊക്കെ വരയ്ക്കുന്ന സമയത്ത് സൈഡിൽ ഇങ്ങനെ സ്കെയിൽ കറക്റ്റ് ആക്കി വെക്കുക. സ്കെയിൽ അമർത്തി വെക്കുക. സെറ്റ് സ്ക്വയർ നീക്കി കൊണ്ടുപോകാ. ഇങ്ങനെ നീക്കി കൊണ്ടുപോവുക. എവിടം വരെ നീക്കണം? നമ്മുടെ ആ പോയിന്റില്ലേ, നമ്മൾ 3ഉം 4ഉം 2 പീസാക്കി വെച്ച ആ പോയിന്റില്ലേ, അവിടം വരെ നീക്കി കൊണ്ടുപോയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്ത് വെക്കുക. ഇങ്ങനെ നിങ്ങൾ ജോയിൻ ചെയ്ത് വരച്ചാൽ എന്താ ഇപ്പൊ സംഭവിച്ചിട്ടുണ്ടാവുക? ഈ സൈഡ് നോക്കേ. ഇനി എല്ലാ പോയിന്റും നോക്കിക്കോ. ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? നമ്മൾ പാരലൽ വരച്ചു. ഇവിടെ 3ഉം 4ഉം കണ്ടോ? ഇത് 3:4 ആണെങ്കിൽ ഈ താഴെയുള്ള 2 പീസ് കണ്ടില്ലേ, ഇതും കണ്ടോ? അതും 3:4 തന്നെയായിരിക്കും. നമുക്കറിയാം പാരലൽ ലൈൻസിന്റെ ഉള്ളിൽ നമ്മൾ എത്ര ലൈൻ വരച്ചാലും അത് ഡിവൈഡ് ആവുന്ന റേഷ്യോ സെയിം ആയിരിക്കും. ഒരേ അംശബന്ധത്തിലാണ് അത് ഭാഗിക്കുക അല്ലെ? അങ്ങനെയാണെങ്കിൽ
ഇതേ ഈസ്റ്റു ഇത് എത്രയാണോ അത് തന്നെയാണ് ഇവിടെ ഉള്ള റേഷ്യോയും. ഓക്കെ അല്ലേ? നിങ്ങൾ വേറെ രീതിയിലും പഠിച്ചില്ലേ? ഇതൊരു ട്രയാങ്കിൾ അല്ലടാ. ഒരു ട്രയാങ്കിളില് ഒരു സൈഡിന് പാരലൽ വരച്ചാൽ ബാക്കി രണ്ട് സൈഡ് കട്ടാവുന്ന റേഷ്യോ സെയിം ആണെന്ന് പഠിച്ചില്ലേ? മറ്റേ രണ്ട് വശങ്ങൾ ഏതാ ഒരേ അംശബന്ധത്തിലാണ് ഭാഗിക്കപ്പെടുക അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇത് 3:4 ആണെങ്കിൽ ഇവിടെയും 3:4 ആണ്. നമുക്ക് 3ഉം 4ഉം ഉള്ള റെക്റ്റാങ്കിൾ ആക്കി മാറ്റണ്ടേ? ഇനി എങ്ങനെ ഇത് റെക്റ്റാങ്കിൾ ആക്കുക? നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സൈഡിൽ ഇത് ഇവിടെ നിൽക്കട്ടെ, എന്നിട്ട് ഈ ചെറിയ ഭാഗം കണ്ടോ അതിനൊന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി വരച്ചാൽ മതി. അപ്പൊ ഇവിടുന്നും താഴത്തേക്ക് 90 ഡിഗ്രിയിൽ രണ്ട് ലൈൻസ് വരച്ചു വെക്കുക. നേരെ 90യിൽ വരയ്ക്കണേ. എന്തിനാണ് 90യിൽ വരയ്ക്കുന്നത്? 90ലല്ലേ റെക്റ്റാങ്കിൾ ആകുമ്പോൾ ആംഗിൾ 90 വേണ്ടേ? അതിനാണ് 90 എടുക്കുന്നത്. ഇതാ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് 90 ഡിഗ്രിയിൽ ഒരു ലൈന് നമുക്ക് താഴത്തേക്ക് ഒരു ലൈൻ ഇതാ നോക്കിക്കോ. ഇങ്ങനെ ഒരു ലൈൻ കുറച്ച് നേരെ അങ്ങ് വരച്ചു വെച്ചാൽ മതി. 90 ഡിഗ്രി വരുന്ന രീതിയിൽ കുറച്ച് നീട്ടി അങ്ങോട്ട് വരച്ചു വെക്കുക. അതേപോലെ ഇപ്പുറത്തെ ഭാഗത്തും വേണേ, ഈ ഭാഗത്തും നമുക്ക് 90 ഡിഗ്രിയിൽ ഒരു ലൈന് വരയ്ക്കണം. ഇതാ ഇവിടെയും നമുക്ക് കറക്റ്റ് ആയിട്ട് 90 ഡിഗ്രി കറക്റ്റ് ആക്കി ഈ കോർണറിനും ഒരു ലൈൻ താഴത്തേക്ക് വരയ്ക്കാം. നിങ്ങൾക്ക് ഇത് പ്രൊട്രാക്ടർ വെച്ച് വരയ്ക്കട്ടോ, കുഴപ്പമൊന്നുമില്ലേ? ഞാൻ ദാ സെറ്റ് സ്ക്വയർ കൊണ്ട് ഇങ്ങനെ താഴത്തേക്ക് വരയ്ക്കുന്നു. ഓക്കെ, എല്ലാവരും ഓക്കെ ആണോ? ഇങ്ങനെ താഴത്തേക്ക് നീട്ടി വരയ്ക്കുന്നു. ഈ രണ്ട് ലൈൻ വരച്ചതിന് ശേഷം എന്താ ചെയ്യേണ്ടത് അറിയോ? ഈ അളവ് കണ്ടോ, ഇത്രയും അളവ് കണ്ടോ? ഈ അളവ് കോമ്പസിൽ എടുത്തിട്ട് അത് ഇങ്ങോട്ടേക്ക് ഒന്ന് മാറ്റി കട്ട് ചെയ്യാം. കോമ്പസ് എടുത്തിട്ട് ഇങ്ങനെ കോമ്പസ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കോമ്പസ് കറക്റ്റ് ഈ അറ്റത്ത് കോമ്പസ് വെച്ചിട്ട് ബാക്കി നിങ്ങൾ എന്താ ചെയ്യണ്ടേ? കോമ്പസ് കറക്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ കറക്റ്റ് ആക്കി കോമ്പസ് വെച്ചിട്ട് ഈ അളവ് കണ്ടോ? എത്ര അളവുള്ളേ? ഈ അളവ് കൃത്യമായിട്ട് അളന്നെടുക്കുക. ഇവിടം വരെ ഈ നീളമാണ് നിങ്ങൾ കോമ്പസിൽ അളക്കേണ്ടത്. അപ്പൊ മാറിപ്പോയരുതേ. ഈ ഒരു സൈഡ് ഞാൻ അവിടെ ഫിക്സ് ആക്കി വെച്ചിട്ട് മറ്റേ സൈഡ് മാറ്റി വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫിക്സ് ആക്കി വെച്ചിട്ട് ഇത് വേണമെങ്കിൽ മാറ്റി വരയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ ചെയ്യുന്നത് ഞാൻ ഈ വലിയ ഭാഗത്തിന് അവിടെ തന്നെ വെച്ചിട്ട് ഈ ചെറിയ ഭാഗം ഇങ്ങോട്ടേക്ക് മാറ്റി വരയ്ക്കാനാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ കോമ്പസിൽ എടുത്തിട്ട് ആ അളവിനെ കൊണ്ട് നിങ്ങൾ ഈ താഴത്ത് ഒരു ആർക്ക് വരയ്ക്കുക. ഇനി നിങ്ങൾ ഇവിടെ വെച്ച കോമ്പസ് എടുത്തിട്ട് ഈ അറ്റത്ത് കൊണ്ടുവെക്കുക, ഇപ്പുറത്തെ ഭാഗത്ത് കൊണ്ടുവെക്കുക. എന്നിട്ട് അളവ് മാറ്റണ്ട, അതേ അളവ് തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഒരു ആർക്ക് വരയ്ക്കുക. അതിനുശേഷം കോമ്പസ് ഒഴിവാക്കുക. ഇത് തമ്മിൽ ജോയിൻ ചെയ്താൽ നമ്മുടെ റെക്റ്റാങ്കിൾ ഫിനിഷ് ആയിട്ടുണ്ടാവും. അതൊന്ന് ജോയിൻ ചെയ്ത് വരച്ചാൽ മതി. നമ്മുടെ ആൻസർ കൃത്യമായി കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും. ഇതും കൂടി ഒന്ന് ജോയിൻ ചെയ്താൽ ഇതാണ് നിങ്ങളോട് അവർ വരയ്ക്കാൻ പറഞ്ഞ റെക്റ്റാങ്കിൾ. നോക്കിക്കേ കേട്ടോ, ഈ റെക്റ്റാങ്കിളിന്റെ സൈഡിന്റെ റേഷ്യോ എന്തായിരിക്കും? ഇതേ ഈസ്റ്റു ഇത് രണ്ടും എത്രയാ? 3:4 അല്ലേ? ഇവിടെ 3:4 ആണെങ്കിൽ ഇതും 3:4 ആണ്. നമ്മൾ ഈ ഭാഗമാണ് ഇങ്ങോട്ടേക്ക് മാറ്റി വരച്ചത്. ഈ ലെങ്ത് 3ഉം ഈ ലെങ്ത് 4ഉം ആണെന്നല്ല പറയുന്നത്. ഇതിന്റെ റേഷ്യോ 3:4 ആയിരിക്കും ആ സൈഡിന്റെ. അപ്പൊ ഇതും കൂടെ ചേർത്തിട്ട് നമ്മൾ റെക്റ്റാങ്കിൾ കറക്റ്റ് ആക്കിയ പെരിമീറ്റർ അവർ പറഞ്ഞ പോലെ 15 പെരിമീറ്റർ ഉണ്ടാവും. 15 പെരിമീറ്റർ ഉണ്ടാവില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ കഷ്ണവും ഈ കഷ്ണം കൂടെ നമ്മൾ 7.5 വരച്ചേ. പെരിമീറ്ററിന്റെ പകുതി 7.5. അപ്പൊ ഇത്രയും ഒരു 7.5, ബാക്കി ഇങ്ങനെ വേറെ ഒരു 7.5. രണ്ട് 7.5ഉം കൂടെ ചേർന്നിട്ട് അത് 15 കറക്റ്റ് ഉണ്ടാവും കേട്ടോ. പെരിമീറ്ററും കൃത്യമായിരിക്കും. അപ്പൊ ഈ രണ്ടാമത്തെ ചോദ്യം ഓക്കെ എന്ന് വിചാരിക്കുന്നു. റെക്റ്റാങ്കിൾ വരയ്ക്കുന്ന ചോദ്യം വെരി ഇമ്പോർട്ടന്റ്. ചെയ്ത് പഠിക്കണേ, വരച്ച് തന്നെ പഠിക്കണം കേട്ടോ. കണ്ടിരുന്നാൽ പോരെ, വരച്ച് പഠിച്ചാലേ മാർക്ക് ഉണ്ടാവുള്ളേ. പരീക്ഷയ്ക്ക് തെറ്റിപ്പോകരുത്. നമ്മളിങ്ങനെ വരയ്ക്കുമ്പോഴാണ് ചില മിസ്റ്റേക്ക് ഒക്കെ വരിക. അപ്പൊ ചെയ്തു നോക്കിയാലേ അത് മനസ്സിലാവുള്ളൂ. വെറുതെ കണ്ടിരിക്കരുത്, ചെയ്തു നോക്കുക. അടുത്തത് ഡ്രോ എ സ്ക്വയർ ഓഫ് പെരിമീറ്റർ 15 സെന്റിമീറ്റർ. 15 സെന്റിമീറ്റർ ചുറ്റളവുള്ള സമചതുരം വരയ്ക്കാം. നേരത്തെ 15 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു ചതുരത്തിന്റെ റേഷ്യോ തന്നിരുന്നു. ഇത് ചതുരമല്ല, ഇത് സമചതുരമാണ്. അപ്പൊ റേഷ്യോന്റെ ആവശ്യമല്ല. എല്ലാ സൈഡും സെയിം ആണെങ്കിലല്ലേ സമചതുരം എന്ന് പറയാൻ പറ്റൂ. സ്ക്വയർ ആണ്, സൈഡുകൾ ഈക്വൽ ആവണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിന്റെ ആൻസർ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് നോക്കിക്കോണേ. നേരത്തെ ചെയ്തതും ഇതും തമ്മിലുള്ള ഡിഫറൻസ്, സ്റ്റാർട്ടിംഗ് ഒക്കെ സെയിം ആണ്. നേരത്തെ 15ന്റെ പകുതി 7.5 എടുത്തല്ലേ നമ്മൾ തുടങ്ങിയേ. ഇവിടെയും അങ്ങനെ തന്നെയാണ്. നമ്മൾ സ്കെയിൽ എടുത്തിട്ട് ആദ്യം 7.5ൽ ഒരു ലൈന് വരച്ചുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. നോക്കിക്കോ, 7.5ൽ ഒരു ലൈൻ വരച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുശേഷം ചരിച്ച് ഇങ്ങോട്ടേക്ക് ചരിച്ച് വരയ്ക്കുന്ന സ്റ്റെപ്പില്ലേ, ഒരു ലൈൻ നമുക്ക് ചരിച്ച് വരയ്ക്കണ്ടേ. ആ ചരിച്ച് വരയ്ക്കുന്നത് ഇനി എങ്ങനെ വരയ്ക്കും? എത്രയിൽ വരയ്ക്കും? നേരത്തെ നമ്മൾ 3:4 ആയതുകൊണ്ട് 3ഉം 4ഉം കൂടെ പ്ലസ് ചെയ്ത് 7ൽ വരച്ചിട്ട് അതിനെ 3ഉം 4ഉം ആക്കി രണ്ട് കഷ്ണാക്കി വെച്ചു. ഇവിടെ സ്ക്വയർ ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ രണ്ട് ഈക്വൽ പാർട്ടുകളായിട്ട് മാറണം. അപ്പൊ രണ്ട് ഈക്വൽ പാർട്ട് ആക്കാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ സൈഡ് വരയ്ക്കാൻ. നിങ്ങളൊരു 6 വരച്ചോ, അപ്പൊ 3 എന്ന് എടുക്കാം. ഇനി നിങ്ങൾ 7 വരച്ചാൽ 3.5 എന്ന് എടുക്കാം.
ഇതിപ്പോ എത്രയാ? ഇത് 7.5 അല്ലേ? അപ്പൊ നിങ്ങൾ ഐഡിയ പോലെ ഏത് വേണം എടുത്തോ. ഞാനൊരു 6ലാണ് വരയ്ക്കുന്നത്. സൈഡ് ഈ ഭാഗത്ത് ഇവിടെ നമുക്കൊരു 6 സെന്റിമീറ്ററിൽ വരയ്ക്കാം. 6ൽ വരച്ചാൽ നമ്മൾ എങ്ങനെ എടുക്കുക? 3 എന്ന് പറഞ്ഞ് നമുക്ക് 2 പാർട്ടാക്കിയിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പൊ ഇതാ ഇവിടം വരെ ഒരു 3യും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 3യും. ഓക്കെ, ഇങ്ങനെ നമ്മൾ എടുത്തതിന് ശേഷം ബാക്കി നേരത്തെ കാര്യങ്ങൾ തന്നെയാണ്. എങ്ങനെ എടുത്ത് നോക്കിക്കോ. ഇവിടുന്ന് ഇങ്ങോട്ട് 3 സെന്റിമീറ്റർ, ഇവിടുന്ന് ഇങ്ങോട്ടേക്കും 3 സെന്റിമീറ്റർ, 2 3 ആയിട്ട് കട്ട് ചെയ്തു. ഇനി ഇത് തമ്മിൽ ജോയിൻ ചെയ്ത് വെച്ചാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ആവും. ഇത് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് കൃത്യമാക്കി വരയ്ക്കുന്നു. ഓക്കെ, റെഡി അല്ലേ മക്കളെ? ഈ സ്റ്റെപ്പ് എല്ലാവർക്കും കാണാതെ പഠിക്കാൻ തുടങ്ങിയില്ലേ? ആദ്യം ഒരു താഴത്തെ ഒരു സൈഡ്, അത് കഴിഞ്ഞ് ചരിച്ചിട്ട് ഒരു വര, അത് ജോയിൻ ചെയ്യുന്നു, അതിന്റെ പാരലിൽ വരയ്ക്കുന്നു. ഇതെല്ലാത്തിലും സെയിമാ. ആ വരയ്ക്കുന്ന ലൈനിന്റെ ലെങ്ത്തും സൈഡിൽ വരയ്ക്കുന്നതിന്റെ ലെങ്ത്തും എങ്ങനെ എടുക്കണം എന്നാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇവിടെ എടുത്തത് റെക്ടാംഗിൾ ക്വസ്റ്റ്യൻ നമ്മൾ പകുതിയാക്കി വരയ്ക്കുന്നു അല്ലെ? പെരിമീറ്ററിന്റെ പകുതിയിൽ വരയ്ക്കും. എന്നിട്ട് സൈഡിൽ വരയ്ക്കുന്നത് ഇത് സ്ക്വയർ ആയതുകൊണ്ട് 2 ഈക്വൽ പാർട്ടാക്കി മാറ്റി, 3യും 3യും ആക്കി മാറ്റി. നേരത്തെ റേഷ്യോ തന്നതിനെ കൊണ്ട് അത് പ്ലസ് ചെയ്തിട്ട് വരച്ചു. ഓക്കെ, ഇനി ഇതിന്റെ പാരലൽ ഇതാ ഈ പോയിന്റ് കൂടെ വരയ്ക്കണം. പാരലൽ വരയ്ക്കാൻ നമ്മൾ ഇത്രയും നേരം ചെയ്ത അതേ പരിപാടി തന്നെ. ആര് വേണം? സെറ്റ് സ്ക്വയർ വേണം. സെറ്റ് സ്ക്വയർ എടുത്തിട്ട് ഇതാ ഇങ്ങനെ കറക്റ്റ് ആക്കി വെക്കണം. നമ്മൾ ചെയ്തതുപോലെ തന്നെ നമ്മൾ പോവാണേ. ഇത് കറക്റ്റ് ആക്കി വെച്ചാൽ നമുക്ക് പാരലൽ വരയ്ക്കാം. ഇതാ ഇങ്ങനെ കറക്റ്റ് ആക്കി വെക്കുക. എന്നിട്ട് ഈ സൈഡിൽ ആരെ കൊണ്ട് വെക്കണം? സൈഡിൽ നമ്മുടെ സ്കെയിൽ വേണം അല്ലെ? സ്കെയിൽ എങ്ങനെയാ വെക്കുക? കറക്റ്റ് ചരിഞ്ഞു പോവാത്ത രീതിയിൽ കറക്റ്റ് ആക്കി നമ്മൾ ഇതാ സ്കെയിൽ വെച്ച് വെക്കുക. ഇങ്ങനെ കറക്റ്റ് സ്കെയിൽ വെക്കുന്നു. സ്കെയിൽ ആണോ സെറ്റ് സ്ക്വയർ ആണോ നീക്കാം? മാറിപ്പോണ്ട. ഏതാ പറ? സ്കെയിൽ നീക്കണോ സെറ്റ് സ്ക്വയർ നീക്കണോ? ഏതാ? സ്കെയിൽ അവിടെ അമർത്തി വെച്ചോ. സ്കെയിൽ നീക്കി കളിക്കണ്ട. സെറ്റ് സ്ക്വയർ ആണ് പോകേണ്ടത്. സെറ്റ് സ്ക്വയർ ഇതാ ഇങ്ങനെ കൊണ്ടുപോകുന്നു. നമ്മുടെ പോയിന്റ് എത്തുന്നവരെ സ്ലൈഡ് ചെയ്ത് പോകുന്നു. ഓക്കെ, അതിനുശേഷം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്ത് വെക്കുന്നു. അതോടുകൂടെ നമുക്ക് വേണ്ടത് കിട്ടല്ലോ. പാരലൽ കിട്ടിയില്ലേ? ഇനി സ്കെയിലൊക്കെ എടുത്ത് മാറ്റാം. നോക്കിക്കോ, പാരലൽ എല്ലാവരും നോക്കിക്കോ. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ ലൈനിന്റെ പാരലൽ ആണ് ഇപ്പൊ നമ്മൾ താഴെ വരച്ചത്, ഇവിടെ വരച്ചത്. ഇത് 3:3 അല്ലെങ്കിൽ 1:1. 3:3 എന്ന് പറഞ്ഞാൽ സെയിം അല്ലേ? 1:1. അപ്പൊ ഈ താഴത്തെ സൈഡും 1:1 ആണ്. ഇതിനും ഒരേ വലുപ്പമാണ്. സ്ക്വയർ വരയ്ക്കാൻ ഒരേ വലുപ്പമല്ലേ വേണ്ടേ? അപ്പൊ അതാ ഈ സൈഡ് വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ സ്ക്വയർ ആക്കിയാൽ നമ്മുടെ ആൻസർ കിട്ടി. നേരത്തെ റെക്ടാംഗിൾ വരച്ച അതേ പരിപാടി തന്നെ. റെക്ടാംഗിളിൽ രണ്ട് വലുപ്പന്നേ ഉള്ളൂ. ഇത് രണ്ടും സെയിം ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പൊ നേരത്തെ തന്നെ നിങ്ങൾ താഴത്തേക്ക് ഒന്ന് വരച്ചിട്ട് സ്ക്വയർ ആക്കിയ പ്രോബ്ലം സോൾവ്. അപ്പൊ സ്ക്വയർ വരയ്ക്കണേ 90 ഡിഗ്രി തന്നെ വരയ്ക്കണ്ടേ? റെക്ടാംഗിൾ വരച്ചതുപോലെ തന്നെ ഇവിടുന്ന് 90 ഡിഗ്രിയിൽ തന്നെ വേണം നമുക്ക് താഴത്തേക്ക് വരയ്ക്കാൻ. ഓക്കെ, ഒരു വര ഇങ്ങോട്ട് വരച്ചു വെക്കുന്നു. അതേപോലെ ഇപ്പുറത്തെ ഭാഗത്തും നമുക്ക് 90 ഡിഗ്രിയിൽ വരയ്ക്കണമല്ലോ. ഇവിടുന്ന് ഇങ്ങോട്ടേക്കും താഴത്തേക്ക് നമുക്കൊന്ന് നീട്ടി വരച്ചേക്കാം. ഈ ഭാഗത്തും നമ്മൾ ഇങ്ങനെ നീട്ടി വരയ്ക്കുന്നു. രണ്ടും വരച്ചതിന് ശേഷം ഈ അളവ് കണ്ടോ? സ്ക്വയറിന്റെ ലെങ്ത് ഇതും രണ്ടും ഒരേ വലിപ്പാണ്, രണ്ടും ഒരേ കഷ്ണമാണ്, ഈക്വൽ പീസാണ്, ഈക്വൽ പാർട്ടാണ്. അപ്പൊ ആ അളവ് എടുത്തിട്ട് നിങ്ങൾ താഴത്തേക്ക് കട്ട് ചെയ്താൽ സ്ക്വയർ ഫിനിഷ് ആവും. അങ്ങനെ കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കോമ്പസ് വേണം. ഓക്കെ, കോമ്പസ് എടുത്തിട്ട് ഇതാ ഈ അറ്റത്ത് വെച്ചിട്ട് ഏത് ലെങ്ത് എടുത്താ വരയ്ക്കുന്നത്? ഇതേ അളവ് തന്നെ എടുത്താൽ മതി. സ്ക്വയർ അല്ലേ? അപ്പൊ അളവ് ചേഞ്ച് ഒന്നും ഇല്ലല്ലോ. ഇതാ ഈ അളവ് തന്നെ എടുത്തിട്ട് നേരെ താഴെ കൊണ്ടുപോയി ഒരു ആർക്ക് വരയ്ക്കുക. ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. അത് കഴിഞ്ഞ് കോമ്പസ് ഇതാ ഈ അറ്റത്ത് കോമ്പസ് വെക്കുക. അളവ് മാറ്റണ്ട, അതേ അളവിൽ വീണ്ടും ആർക്ക് വരയ്ക്കുന്നു, കോമ്പസ് ഒഴിവാക്കുന്നു. അത് ജോയിൻ ചെയ്ത് വരച്ചാൽ നമ്മുടെ ആൻസർ ആയി. ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് സ്കെയിലോ സെറ്റ് സ്ക്വയറോ എങ്ങനെ വേണേൽ വെച്ചോ. ഇത് ജോയിൻ ചെയ്താൽ നമ്മുടെ സ്ക്വയർ ഫിനിഷ്. ഓക്കെ, ആൻസർ കിട്ടിയോ? ഇതാണ് നിങ്ങളോട് വരയ്ക്കാൻ പറഞ്ഞ സ്ക്വയർ. ഈ സ്ക്വയറിന്റെ പെരിമീറ്റർ 15 കറക്റ്റ് ആയിരിക്കും. പിന്നെ സൈഡിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:1 അല്ലേ? ഈക്വൽ സൈഡ് അല്ലേ? സ്ക്വയറിന്റെ എല്ലാ സൈഡിനും ഒരേ വലിപ്പമായതുകൊണ്ട് റേഷ്യോ 1:1. ഓക്കെ മക്കളെ, അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം എല്ലാവർക്കും ക്ലിയർ അല്ലേ? വരച്ചൂടെ? ആദ്യം നമ്മൾ ലൈന് വരച്ച് കട്ട് ചെയ്തു, രണ്ടാമത്തിൽ നമ്മൾ റെക്ടാംഗിൾ വരച്ചു, മൂന്നാമത്തിൽ സ്ക്വയർ വരച്ചു. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വരയ്ക്കാനുള്ളതെന്ന് അറിയോ? ഇത് കുറച്ച് അടിപൊളി ചോദ്യമാണ്. നോക്കിക്കോ, 20 സെന്റിമീറ്റർ ചുറ്റളവുള്ള സമഷഡ്ഭുജം വരയ്ക്കുക. ഡ്രോ എ റെഗുലർ ഹെക്സഗൺ ഓഫ് പെരിമീറ്റർ 20 സെന്റിമീറ്റർ. റെഗുലർ ഹെക്സഗൺ ആണ്. ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ 6 സൈഡ് വേണം. എത്ര പെരിമീറ്റർ? പെരിമീറ്റർ 20. നിങ്ങൾ 20 സെന്റിമീറ്ററിന് വരച്ചിട്ടേ നമുക്ക് എന്താ ചെയ്യേണ്ടത്? 20നെ 6 പീസാക്കി മാറ്റണം. ഹെക്സഗൺ വരയ്ക്കാൻ 6 കഷ്ണങ്ങൾ വേണ്ടേ? ആ 6 സൈഡിനും ഈക്വൽ ലെങ്ത് ആണ്. അപ്പൊ 20യെ 6 പാർട്ടാക്കി ഡിവൈഡ് ചെയ്യേണ്ടി വരും ഒരു സൈഡ് കിട്ടാൻ. പക്ഷെ അതിനൊരു എളുപ്പ പരിപാടി ഉണ്ട്. 20നെ 6 ആക്കുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നേരെ പകുതിയാക്ക്. 20യുടെ ഹാഫ് എന്ന് പറഞ്ഞാൽ 10 ആണ്. അതേപോലെ 6ന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 3 ആണ്. മക്കളെ നോക്കിക്കോണേ,
20നെ 6 പീസാക്കി ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ് 10നെ 3 പീസാക്കി ചെയ്താൽ മതി. രണ്ടിന്റെ ആൻസറും സെയിമാ. 20നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസറും 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസറും രണ്ടും സെയിം ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? ഇങ്ങനെ 6 എണ്ണം വരച്ച് അത്രയും പാരലൽ വരച്ച് കളിക്കുന്നതിന് പകരം നമുക്ക് 10നെ 3 പീസാക്കി ചെയ്താൽ എളുപ്പത്തിൽ പണി കഴിയും. 2 പാരലലേ വരയ്ക്കാൻ ഉണ്ടാവുള്ളൂ, വേഗം ചെയ്യാനും പറ്റും. അപ്പോൾ ഐഡിയ മനസ്സിലാക്കേ. 20 പെരിമീറ്റർ ആണ്. അപ്പൊ 20യെ 6 പാർട്ടാക്കാൻ തീരുമാനിച്ചതിന്റെ റീസൺ ഹെക്സഗൺ ആണ്, റെഗുലർ ഹെക്സഗൺ. അപ്പൊ 6 ഈക്വൽ കഷ്ണങ്ങളാക്കി മാറ്റണം. അപ്പൊ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? 10 വരച്ചിട്ട് 3 പീസാക്കി പ്രോബ്ലം ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ അല്ലടാ? ഒന്ന് വരച്ചു നോക്കാം. ആദ്യം ചെയ്യേണ്ടത് 10 സെന്റിമീറ്ററിൽ ഒരു ലൈൻ. ഫസ്റ്റ് സ്റ്റെപ്പ് 10 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുന്ന സ്റ്റെപ്പ് ആദ്യത്തത്. റെഡി? 10 സെന്റിമീറ്ററുള്ള ഒരു ലൈൻ. സെക്കൻഡ് സൈഡിന്റെ നീളം 10 സെന്റിമീറ്റർ വേണം. അപ്പോൾ നമുക്ക് ഇത്രയും കൂടെ ഒന്ന് ലെങ്ത് നീട്ടി വരയ്ക്കാം. എത്രയിലാ വരയ്ക്കണ്ടേ? 10 ഓക്കെ. അപ്പോൾ ഇതാ ഇവിടം വരെ പോരാ, കുറച്ചും കൂടെ ഒന്ന് നീളം കൂടാനുണ്ട്. ഇവിടം വരെ എത്തിയാൽ മതി. ഇപ്പൊ ഓക്കെ, 10 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ 10 സെന്റിമീറ്റർ ലൈൻ വരച്ചു. ഈ ലൈനിനെ 3 ഈക്വൽ പാർട്ടാക്കാൻ പോവാം. നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3 ഈക്വൽ പാർട്ടാക്കി 10നെ എങ്ങനെ 3 ഈക്വൽ. നമ്മൾ 9 വരച്ചു സൈഡിൽ, എന്നിട്ട് അതിനെ 3 3 3 എന്ന് കട്ട് ചെയ്തു. സൈഡിൽ 9 വരയ്ക്കല്ലേ. ഇതിന്റെ സൈഡിൽ നമുക്ക് കൃത്യമായിട്ട് ആരെ വരച്ചു വെക്കാം? 9 സെന്റിമീറ്റർ നമുക്ക് ഇവിടെ സൈഡിൽ വരയ്ക്കാം. 9 സെന്റിമീറ്റർ ചരിച്ച് വരയ്ക്കുന്ന സ്റ്റെപ്പാണ് അടുത്ത സ്റ്റെപ്പ്. അതും ചെയ്തു വെക്കാം. 9 ആയോ? യെസ്. ഇപ്പൊ 9 സെന്റിമീറ്റർ ആയി. ആ 9നെ നമ്മൾ എന്ത് ചെയ്യണം? 3 ഈക്വൽ പാർട്ടുകളാക്കി മാറ്റണം. 3 ഈക്വൽ പാർട്ട്. ഇവിടം വരെ ഒന്ന്, 6 വരെ രണ്ടാമത്തത്, ബാക്കി ആ തീരുന്ന വരെ 9 കൂടെ വന്ന മൂന്നാമത്തത്. ഇവിടെ 3 സെന്റിമീറ്റർ, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 3, ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഒരു 3. അതിനുശേഷം ആ ലാസ്റ്റ് ഉള്ള പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് വെക്കുന്നു. ഈ എൻ പോയിന്റ്സുകൾ തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് വെക്കുന്നു. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് ജോയിൻ ചെയ്യുന്നു. എല്ലാരും ജോയിൻ ചെയ്തോ? ഇനി എന്താ ചെയ്യേണ്ടത്? അതിന്റെ പാരലൽ നമുക്ക് ഇതിൽ കൂടെയും പാരലൽ വരയ്ക്കണം. 2 പാരലൽ വരയ്ക്കണം അല്ലേ? ആ ലൈനിന് പാരലൽ വരയ്ക്കണം. നമ്മൾ എല്ലാ പ്രോബ്ലം ചെയ്യുന്നത് ഒരേ സ്റ്റൈലിലാണ്, പഠിക്കാൻ എളുപ്പമാണ്. അതിന്റെ പാരലൽ വരയ്ക്കുന്ന സ്റ്റെപ്പ് ഒക്കെ ഓർത്ത് വെച്ചോ. കുറെ ആയി നമ്മൾ പറയുന്നു, എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുകയാണെ. ഇവിടെ നമുക്ക് പാരലൽ വരയ്ക്കണം. പാരലൽ വരയ്ക്കാനുള്ള നമ്മുടെ സ്റ്റെപ്പുകൾ കറക്റ്റ് ആക്കണേ. വരച്ചു നോക്കട്ടെ. ഇങ്ങനെ കറക്റ്റ് ആക്കി നമ്മൾ വെച്ചിട്ട് സൈഡിൽ സ്കെയിൽ വെക്കണ്ടേ? സ്കെയിൽ സൈഡിൽ ചരിഞ്ഞു പോവാത്ത രീതിയിൽ സൈഡിൽ സ്കെയിൽ കറക്റ്റ് പ്ലേസ് ചെയ്യുന്നു. സ്കെയിൽ കറക്റ്റ് പ്ലേസ് ചെയ്തതിന് ശേഷം എന്താ ചെയ്യണ്ടേ? സ്കെയിൽ അല്ലല്ലോ, അറിയാലോ. സ്കെയിൽ അവിടെ വെച്ചിട്ട് സെറ്റ് സ്ക്വയർ നീക്കുന്നു. എവിടെ വരിക? നമുക്ക് ലൈൻ വരയ്ക്കേണ്ടടുത്ത് വരെ നീക്കി കൊണ്ടുപോവുക. ഇവിടുന്ന് നമ്മൾ ജോയിൻ ചെയ്ത് വരച്ചാൽ ഒരു പാരലൽ ലൈന് കിട്ടി. വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് പോയി അടുത്ത പാരലൽ വരയ്ക്കേണ്ട സ്ഥലവും ആ പോയിന്റിൽ കൂടെ അടുത്ത പാരലലും വരയ്ക്കുക. അതും കൂടെ നമ്മൾ ജോയിൻ ചെയ്ത് വെക്കുന്നു. റെഡി? പാരലൽസ് വരച്ചോ? ഇങ്ങനെ നിങ്ങൾ 2 ലൈൻസ് പാരലലാക്കി ഇങ്ങനെ വരച്ചതിന് ശേഷം ഇനി എന്താ ചെയ്യേണ്ടത് നോക്കിക്കോണേ. ഇനി നമുക്ക് ഇതിനെ റെഗുലർ ഹെക്സഗൺ ആക്കി മാറ്റണം. റെഗുലർ ഹെക്സഗൺ ആക്കാൻ സിമ്പിൾ പരിപാടിയാണ്. ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ അതിനെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ആക്കി മാറ്റാൻ പറ്റും. ഒരേ വലുപ്പമുള്ള 6 ത്രികോണങ്ങളാക്കി മാറ്റാൻ പറ്റും ഹെക്സഗണിനെ. അപ്പൊ ഹെക്സഗൺ വരയ്ക്കാൻ നമ്മൾ പണ്ട് 8ാം ക്ലാസ് ചെയ്യുന്ന ഒരു എളുപ്പ പരിപാടി ഉണ്ട്. സർക്കിൾ വരച്ച് ഹെക്സഗൺ വരയ്ക്കുന്ന ഒരു പരിപാടി നോക്കുക. ആ രീതി ചെയ്ത് നോക്കാം. എങ്ങനെ നമുക്ക് സമഷഡ്ഭുജം വരയ്ക്കാം. ഈ 3 കഷ്ണങ്ങൾക്കും ഒരേ വലുപ്പമായിരിക്കും. കാരണം 3 3 3 എന്നാണ് ഇവിടെ പാരലലിന്റെ ഉള്ളിൽ 3 ഈക്വൽ പീസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെയും 3 സൈഡും ഈ 3 കഷ്ണങ്ങൾക്കും ഒരേ വലുപ്പമാണ്. നിങ്ങൾ അത് വെച്ചിട്ട് ആദ്യം ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കുക. വെറും ട്രയാങ്കിൾ അല്ല, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. എങ്ങനെയാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കുക? നോക്കിക്കോണേ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ നിങ്ങൾ ഈ ഒരറ്റത്ത് കോമ്പസ് വെക്കുക. ഇവിടെ കറക്റ്റ് കോമ്പസ് വെക്കുക. എന്നിട്ട് എത്ര എടുക്കേണ്ട അളവ്? ഈ അളവ് കറക്റ്റ് അളക്കുക. ഇവിടം വരെ കറക്റ്റ് ആയിട്ട് എടുത്തോ. നമുക്ക് വേണ്ട അളവ് കൃത്യമാക്കി എടുക്കാം. എന്നിട്ട് താഴത്തേക്ക് ഒരു ആർക്ക് വരയ്ക്കുക. ഈ താഴെ കൊണ്ടുപോയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കാം. ഇനി കോമ്പസ് എടുത്ത് ഇവിടെ കൊണ്ടുവെക്കുക. അളവ് മാറ്റണ്ട, 3 കഷ്ണത്തിന് ഒരേ വലുപ്പമാണ്. അതിൽ ഏതെങ്കിലും ഒരു അളവ് എടുത്താൽ മതിയേ. എന്നിട്ട് ഈ വരച്ചതിനെ നമ്മൾ തിരിച്ച് കട്ട് ചെയ്യുക. ഇങ്ങനെ തിരിച്ച് കട്ട് ചെയ്യുക. ഇത് തമ്മിൽ യോജിപ്പിച്ച് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? അത് ജോയിൻ ചെയ്താൽ നമുക്ക് വേണ്ട ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആദ്യം കിട്ടും. വരയ്ക്കേണ്ടത് ഹെക്സഗൺ ആണ്, പക്ഷെ നമ്മൾ ട്രയാങ്കിൾ വഴിയാണ് ഹെക്സഗണിലേക്ക് വരുന്നത്. അപ്പൊ ഐഡിയ മനസ്സിലാക്കിക്കോ. ഇവിടുന്ന് നമ്മൾ ജോയിൻ ചെയ്ത് ഇങ്ങോട്ട് വെക്കുന്നു. അതേപോലെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് നമുക്കൊന്ന് ജോയിൻ ചെയ്യാം. ഇതും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് നോക്കുക. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യുന്നു.
ഇപ്പൊ നമുക്കൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടി. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഇനി എന്താ ചെയ്യാന്നറിയോ? ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഇതാ ഇവിടെ കോമ്പസ് വെക്കുക. ഈ അളവ് കണ്ടോ, ഈ അളവ് കണ്ടോ, ഇതൊക്കെ ഒരേ വലിപ്പല്ലേ? ഇത് റേഡിയസ് ആക്കിക്കൊണ്ട്, ആരമാക്കിക്കൊണ്ട് ഇതാ ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കാം. ഇതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആക്കിയതിന് ശേഷം അതിനെ സർക്കിൾ ആക്കുന്ന സ്റ്റെപ്പ്. കോമ്പസ് ഇതാ കറക്റ്റ് വെച്ചോ. എന്നിട്ട് എത്ര എടുക്കേണ്ടത്? റേഡിയസ് എത്ര എടുക്കണം? ആരം എടുക്കേണ്ടത് കറക്റ്റ് ഇതാ ഈ അളവ് കൃത്യമാക്കി എടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇതാ ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കുന്ന സ്റ്റെപ്പാണ്. വരയ്ക്കട്ടെ. ഇതൊരു വൃത്തമാക്കി മാറ്റിയ ഇങ്ങനെ ഉണ്ടാവും. കണ്ട? എല്ലാരും കണ്ട? സർക്കിൾ ആക്കി വെച്ചോ. ഇതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. കണ്ട? ഇങ്ങനെ ഒരു സർക്കിൾ ആക്കി വെക്കുക. ഈ സർക്കിളിന്റെ ഉള്ളിലാണ് നമുക്ക് ഇനി ഹെക്സഗൺ വരയ്ക്കേണ്ടത്. ഈ ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ 6 ട്രയാങ്കിൾ ചേർന്നിട്ടാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഈ അളവ് കണ്ടതാ, ഈ അളവ് അല്ലെങ്കിൽ ഇതാ ഈ ഒരു സൈഡ്, ഇതാണ് നമ്മുടെ ഹെക്സഗണിന്റെ ഒരു സൈഡ്. ആ ഒരു സൈഡ് വെച്ച് നമ്മൾ മുന്നോട്ടേക്ക് പോയാൽ മതി. നോക്കിക്കോ, ഇവിടെ കോമ്പസ് വെച്ചിട്ട് നമ്മൾ ഈ എടുത്ത അളവില്ലേ, നമ്മുടെ ആരമില്ലേ, അതേ അളവ്, ആ അളവ് തന്നെ, അളവ് മാറ്റല്ലേ, ഇതാ ഇതന്നെയാട്ടോ അളവ്, ഈ അളവ് തന്നെയാണ് എടുക്കേണ്ടത്. എന്നിട്ട് ഇവിടെ ചെറുതായിട്ടൊരു ചാപം ഇങ്ങനെ കട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് കോമ്പസ് എടുത്തത് അവിടെ കൊണ്ടുവെക്കുക. ആ കട്ട് ചെയ്തതിന്റെ മുകളിൽ കോമ്പസ് വെക്കുക. എന്നിട്ട് നമ്മൾക്ക് ഇനിയും ചാപങ്ങൾ വരയ്ക്കണേ. നോക്കിക്കോണേ ചെയ്യുന്നത്. ഇവിടെ കോമ്പസ് വെച്ചിട്ട് ഇതാ താഴത്തേക്ക് വീണ്ടും ഒരു ആർക്ക്, ചാപങ്ങൾ ഒന്നും കൂടെ വരച്ചു. ഇനി ഇതെടുത്തിട്ട് ഇതാ ഈ താഴത്തെ പോയിന്റിൽ ഇതാ ഇതിന്റെ മുകളിൽ കൊണ്ടുവെക്കുക. എന്നിട്ട് ഇതാ വീണ്ടും നമ്മൾ കട്ട് ചെയ്യുന്നു. ഇവിടെ കൊണ്ടുപോയി കട്ട് ചെയ്യുക. ഇപ്പൊ എത്രണ്ണായി? ഇനി വരയ്ക്കണ്ടേ? ഒരെണ്ണം കൂടെ നമുക്ക് ഇതേപോലെ ചെയ്യണം. ഇവിടെ കോമ്പസ് വെച്ചിട്ട് ഒരാർക്കും കൂടെ വരയ്ക്കണേ. ചാപം ഒന്നും കൂടെ വരയ്ക്കാനുണ്ട്. ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇതാ ഇവിടെയും കൂടെ കട്ട് ചെയ്യുക. ഇനി അടുത്ത വരയ്ക്കണ്ട. അടുത്ത വരയ്ക്കുമ്പോൾ കറക്റ്റ് ഇവിടേക്ക് വരും. അതിന്റെ ആവശ്യമില്ലേ, ഇത്രയും വരച്ചാൽ മതിയെ. ഇനി ഇത് തമ്മിൽ ജോയിൻ ചെയ്ത് വെക്കലാണ് അടുത്ത സ്റ്റെപ്പുകൾ. നിങ്ങൾ ഈ വരച്ചു വെച്ച ആളുകളെ തമ്മിൽ ഒന്ന് യോജിപ്പിച്ച് വരയ്ക്കണം. അതിന് നമുക്ക് സ്കെയിൽ എടുക്കാം. സ്കെയിൽ എടുത്തിട്ട് നമുക്ക് ഇതൊക്കെ കൂടി ഒന്ന് ജോയിൻ ചെയ്ത് നോക്കാം. അതോടുകൂടെ നമ്മുടെ ആൻസർ കിട്ടേ. നോക്കിക്കോ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത്. ഇതാ ഇവിടെ വെച്ചിട്ട് ഒരു വര ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യാം. റെഡി? അപ്പൊ നമ്മുടെ ഹെക്സഗണിന്റെ ഒരു സൈഡായേ. ഇനി അടുത്ത് ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കണം. ഇനി അടുത്ത് എങ്ങോട്ടാ വരയ്ക്കുക? നോക്കിക്കോണേ. ഇതാ ഇങ്ങനെ കൃത്യമാക്കി എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്ത് അടുത്ത സൈഡ് വന്നു. ഇനിയും നമുക്ക് വേണം, ഇനിയും വേണം. പരിപാടി കഴിഞ്ഞിട്ടില്ല. ഹെക്സഗൺ ആണ്, ഹെക്സഗൺ. ബാക്കി ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യട്ടെ. റെഡി? ഇങ്ങനെ കൃത്യമാക്കി വെച്ചിട്ട് അടുത്ത പോയിന്റും കൂടെ ഇവിടുന്ന് ഇതാ ഇങ്ങോട്ടേക്കുള്ള പോയിന്റ് ജോയിൻ ചെയ്യുക. ഇനി ഇതാ ഇവിടുന്ന് മുകളിലേക്ക് ജോയിൻ ചെയ്യണേ. എല്ലാ സൈഡുകളും നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ആർക്കുകളില്ലേ, അതൊക്കെ അങ്ങോട്ട് ജോയിൻ ചെയ്താൽ മതി. അതോടുകൂടെ നമുക്ക് വേണ്ട ആള് കറക്റ്റ് കൈ കിട്ടും. ജോയിൻ ചെയ്യട്ടെ. യെസ്. ഇനി ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യണം. അതും നമുക്ക് ചെയ്യാം. ഇനി ഒരു സ്റ്റെപ്പ് കൂടെ ബാക്കിയില്ലേ, ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും കൂടെ ജോയിൻ ചെയ്താൽ 6 സൈഡുകളും നമുക്ക് കംപ്ലീറ്റ് ആവാൻ പോവാണ്. ജസ്റ്റ് ഇതാ ഇതും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചേക്കാം. എവിടെ എത്തി? ഇതാ ഇവിടുന്നും കൂടെ ഒന്ന് ജോയിൻ ചെയ്താൽ പരിപാടി തീരാൻ പോവാണ്. എല്ലാവരും നോക്കിക്കോ, നിങ്ങൾ എല്ലാവരും വരച്ചെത്തിയോ? ഇപ്പൊ നമുക്ക് കിട്ടുന്നതാണ് നിങ്ങളോട് വരയ്ക്കാൻ പറഞ്ഞ റെഗുലർ ഹെക്സഗൺ, സമഷഡ്ഭുജം. നിങ്ങൾ നോക്കിയേതാ ഈ സെന്ററിൽ നിന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടേക്കൊക്കെ വരച്ച് വെച്ചാൽ നിങ്ങൾക്ക് അതിനെ 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ആക്കി മാറ്റാൻ പറ്റും. 6 സമഭുജ ത്രികോണങ്ങളാക്കി മാറ്റാൻ പറ്റും. പക്ഷെ അതിന്റെ ആവശ്യം നമുക്കില്ല. നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞത് റെഗുലർ ഹെക്സഗൺ ആണ്. ഈ റെഗുലർ ഹെക്സഗണിന്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡാണ്. ആ ഒരു സൈഡ് വെച്ചാൽ നമ്മൾ ഇത് വരച്ചത്. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്താൽ ഇങ്ങനത്തെ 3 സൈഡ്, 1 2 ഇങ്ങനത്തെ 3 സൈഡ് ചേർത്ത് വെച്ചാൽ നമുക്ക് ഇത്രയും ലെങ്ത് വരും. അങ്ങനത്തെ 3 സൈഡാണ് ഇവിടെ ഉള്ള 1 2 3. കണ്ടാ? അതേപോലത്തെ ഒരു 3 എണ്ണം ഇവിടെ താഴെയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 3 എന്ന് പറയുന്നത് നമുക്ക് 10 സെന്റിമീറ്റർ അല്ലേ? അങ്ങനത്തെ 2 10 കൂടെ ചേർന്നിട്ട് 20 സെന്റിമീറ്റർ അവിടെ പെരിമീറ്ററും കൃത്യമായിട്ട് വന്നിട്ടുണ്ടാവും. അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. അതൊന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചിത്രം വരയ്ക്കുന്നതിന് നമുക്ക് ഫുൾ മാർക്ക് ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് പരിപാടി. റെഗുലർ ഹെക്സഗൺ വന്നാൽ തെറ്റിക്കേണ്ട. ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്തേക്ക് പോയി നോക്കാം. ഇനി നിങ്ങൾക്ക് ഇതിൽ ചെയ്യാൻ ബാക്കിയുള്ള ഏതാണെന്നറിയോ? ഇനി നിങ്ങൾ വരച്ച് ക്ലിയർ ആക്കേണ്ടത് ഇതാ ട്രയാങ്കിൾ വരയ്ക്കുന്ന ക്വസ്റ്റ്യൻ. ട്രയാങ്കിൾ വരയ്ക്കുന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്യാത്ത 2 ഉണ്ട്. നമുക്ക് ചെയ്യാത്തത് ആദ്യം പറയാം. ഓക്കെ, ഒന്നാമത്തത് വരയ്ക്കാൻ പറഞ്ഞത് ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് ഈച്ച് ഓഫ് ദ ടൈപ്പ് ബിലോ ഓഫ് പെരിമീറ്റർ 13 ആണ് കേട്ടോ. പെരിമീറ്റർ 13 വരയ്ക്കണം. ട്രയാങ്കിൾ പെരിമീറ്റർ 13. ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ആ അളവെന്നെ എടുത്ത് വരച്ചാൽ മതി. പക്ഷെ റെക്ടാങ്കിൾ വരയ്ക്കുമ്പോൾ നമ്മൾ പെരിമീറ്ററിന്റെ പകുതിയാക്കിയിട്ടാണ് ചെയ്തത്. മറക്കരുതേ, ചതുരം വരച്ചപ്പോൾ പകുതിയാക്കിയാണ് ചെയ്തത്. ഇതിൽ ഒന്നാമത്തത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് വരയ്ക്കേണ്ടത്.
ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്ന എന്താ പ്രത്യേകത? 3 സൈഡിനും ഒരേ വലുപ്പമാണ്. അപ്പൊ നമ്മൾ ഇപ്പം ചെയ്ത അതേ പരിപാടി. ആദ്യം നിങ്ങൾ 13 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കാം. ആ 13 സെന്റിമീറ്റർ ലൈനെ 3 ഈക്വൽ പാർട്ട് ആക്കിയിട്ടാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. അത് നമ്മൾ ഓൾറെഡി ഇപ്പൊ കുറെ നേരമായി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. 3 ഈക്വൽ പീസ് ആക്കിയിട്ട് ആൻസർ ചെയ്താൽ മതി. അപ്പോൾ ഒന്നാമത്തെ ആൻസർ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കേണ്ട പരിപാടി ആലോചിച്ചോ. ആദ്യം നിങ്ങൾ എത്ര വരയ്ക്കുക? ഈ 13 ഒരു ലൈൻ വരയ്ക്കുക. അത് കഴിഞ്ഞ് ചരിച്ചിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ആ ചരിച്ച് വരയ്ക്കുന്നതിന് 3 ഈക്വൽ പീസ് ആക്കണം. നിങ്ങൾ 12 എടുത്താൽ 4 4 4 എന്ന് എടുത്താൽ മതി. ഇനി 9 എടുക്കുന്നവർ 3 3 3 എന്ന് എടുത്താൽ മതി. ഇക്വിലാറ്ററൽ സമഭുജമാണ്, അതുകൊണ്ട് 3 എണ്ണം ഈക്വൽ ആയിട്ട് ചെയ്യണേ. അങ്ങനെ നിങ്ങൾ ഈക്വൽ ആക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക. ഇങ്ങനെ പാരലൽ വരയ്ക്കുക. ഒക്കെ നമ്മൾ ചെയ്തോണ്ട് പാരലൽ വരയ്ക്കുക. എന്നിട്ട് ഈ അളവ് എടുത്തിട്ട് നമ്മുടെ ട്രയാങ്കിൾ ഫിനിഷ് ചെയ്താൽ ആൻസർ കിട്ടി. ഇനി നിങ്ങളെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഇല്ലേ, നമ്മൾ ഹെക്സഗൺ വരച്ച ക്വസ്റ്റ്യൻ, അതിൽ ആദ്യം ഒരു ട്രയാങ്കിൾ വരച്ചില്ലേ, അവിടം വരെ ചെയ്താൽ മതി, പരിപാടി കഴിഞ്ഞു. ബാക്കിയും കൂടെ ചെയ്താൽ ഹെക്സഗൺ ആയി പോകും. ബാക്കി ചെയ്യണ്ട, ആ ട്രയാങ്കിൾ കിട്ടി അവിടെ സ്റ്റോപ്പ് ചെയ്തു. അതായിരുന്നു നമ്മുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കുന്ന ക്വസ്റ്റ്യൻ. ഇനി അത് ശേഷമുള്ള സ്റ്റെപ്പ് ഉണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കേ. രണ്ടാമത്തത് സൈഡ്സ് ഇൻ ദ റേഷ്യോ 3:4:5. 3:4:5 എന്ന് പറയുന്ന റേഷ്യോയിലാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. അങ്ങനെ വന്നാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സൈഡ്സ് 3:4:5 എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. നമുക്ക് അതൊന്ന് പറഞ്ഞു നോക്കാം അല്ലെ. സൈഡ്സ് 3:4:5 എന്ന് പറഞ്ഞാൽ മക്കളെ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആദ്യം നിങ്ങൾ ഇപ്പൊ ചെയ്തതുപോലെ തന്നെ, അതും നമ്മൾ ചെയ്ത ടൈപ്പാണ്, അതും നമുക്കൊന്ന് റഫായി തന്നെ പറയാം. നിങ്ങൾക്ക് ചെയ്യാനുള്ള ചാൻസ് തരാം കേട്ടോ. ഒന്ന് പറഞ്ഞു വെക്കും, നിങ്ങൾ ചെയ്യണം. അവസാനത്തെ സി ക്വസ്റ്റ്യൻ ഇല്ലേ, അത് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. റെഡി? അത് കുറച്ചൊരു വെറൈറ്റിയാണ്, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഇതിന്റെ പരിപാടി ഒന്നുമില്ല. ഇതിപ്പോ എത്രയാ പറഞ്ഞേ? 13 സെന്റിമീറ്ററിൽ വരയ്ക്കാനാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ 13 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുക. ഇനി സൈഡ് കൂടെ വരയ്ക്കേണ്ട എത്രയാ? സൈഡിൽ നിങ്ങൾ വരയ്ക്കേണ്ട സൈഡിൽ ലൈൻ വരയ്ക്കണ്ടേ? എത്രയല്ലേ വരയ്ക്കുക? 3:, എത്ര നമ്മളെ നമ്പർ പറഞ്ഞ് ഒരു റേഷ്യോ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. എത്ര ഒരു തന്ന റേഷ്യോ? 3:4:5. അപ്പൊ നിങ്ങൾ 3ഉം 4ഉം 5ഉം കൂടെ പ്ലസ് ചെയ്യാം. 5 + 4 9, 9 + 3 12. അങ്ങനെയാണെങ്കിൽ 12 സെന്റിമീറ്റർ ആണ് ഈ ചരിച്ച് വരയ്ക്കേണ്ടത്. എന്നിട്ട് 12നെ 3 എന്നും അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് 4 എന്നും അതിനുശേഷം 5 എന്നും ഇങ്ങനെ 3 പീസാക്കി മാറ്റുക. ഇത്രയും 3, ഇത്രയും 4, ഇത്രയും 5. ബാക്കി നേരത്തെ ചെയ്ത പോലെ അങ്ങ് ചെയ്തു പോയാൽ മതി, ഒരു പ്രശ്നവുമില്ല. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 3ഉം 4ഉം 5ഉം എടുക്കരുത്, 3ഉം ഈക്വൽ ആക്കി എടുക്കണം. ഒന്നുകിൽ 3 3 3 അല്ലെങ്കിൽ 4 4 4 അങ്ങനെ കറക്റ്റ് ആക്കി എടുക്കുക. വെറുതെ ഒരു ട്രയാങ്കിൾ തന്നിട്ട് റേഷ്യോ തന്നാൽ ആ റേഷ്യോ എല്ലാം കൂടെ പ്ലസ് ചെയ്തിട്ട് ആ അളവിൽ സൈഡിൽ വരച്ചാൽ മതി, ആൻസർ കറക്റ്റ് ആയിരിക്കും. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുക. ഇതിന്റെ പാരലൽ ഇങ്ങോട്ട് വരയ്ക്കുക, ഇതിന്റെ പാരലൽ ഇങ്ങോട്ട് വരയ്ക്കുക. എന്നിട്ട് ഒരു സൈഡ് ഇവിടെ തന്നെ വെക്കുക. ഈ അളവ് കോമ്പസിൽ എടുത്തിട്ട് മാറ്റി വരയ്ക്കുക. അതേപോലെ ഈ അളവും കോമ്പസിൽ എടുത്തിട്ട് മാറ്റി വരയ്ക്കുക. അത് തമ്മിൽ ജോയിൻ ചെയ്താൽ ആൻസർ ആയിട്ടുണ്ടാവും. 3 സൈഡിനും ഒരേ വലുപ്പമല്ല, 3 സൈഡും 3 വലുപ്പമാണ്. അതുകൊണ്ട് ഒരു സൈഡ് അവിടെ തന്നെ വെക്കുക, ബാക്കി 2 സൈഡ് മാറ്റി കട്ട് ചെയ്താൽ ആൻസർ ആവും. നിങ്ങൾ ചെയ്ത് നോക്കൂലേ? ഇത് നിങ്ങൾ ചെയ്ത് നോക്ക്. അടുത്ത ചോദ്യം, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇവിടേക്ക് എത്തുമ്പോഴത്തേക്ക് നിങ്ങൾ ചെയ്ത് പഠിക്കണം. നമ്മൾ കുറേ ക്വസ്റ്റ്യനിലേ ചെയ്യുന്നത്. അടുത്ത ചോദ്യം ഒരു വെറൈറ്റിയാണ്, നമുക്ക് ഒരുമിച്ച് നല്ലപോലെ ഒന്ന് ചെയ്ത് നോക്കാം. റെഡിയേ? അപ്പൊ ഇത് രണ്ടും സിമ്പിൾ ആണ്, നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി തരികയാണ്. ഡു ഇറ്റ് യുവർ സെൽഫ്. ഓക്കെ. തേർഡ് വൺ, ഐസോസിലസ് ട്രയാങ്കിൾ ആണ് വരയ്ക്കേണ്ടത്. വിത്ത് ലാറ്ററൽ സൈഡ്സ് 1.5 ടൈംസ് ദ ബേസ്. അത് കുറച്ച് വെറൈറ്റി ആണ്. സമപാർശ്വ ത്രികോണം വരയ്ക്കണം. പാർശ്വവശങ്ങൾ പാദത്തിന്റെ 1.5 മടങ്ങായ സമപാർശ്വ ത്രികോണം. പാർശ്വവശങ്ങൾ പാദത്തിന്റെ 1.5 മടങ്ങ്. എന്താ പരിപാടി? ഇതവിടെ നോക്കെ, എല്ലാവരും നോക്കെ. ഇതാണ് നിങ്ങൾ വരയ്ക്കുന്ന സമപാർശ്വ ത്രികോണം എന്ന് വിചാരിക്കുക. ഐസോസിലസ് ട്രയാങ്കിൾ ഇതാന്ന് വിചാരിക്കാം. അതിന്റെ ഈ 2 സൈഡിലെ, ഇതാണ് സൈഡ്, ലാറ്ററൽ സൈഡ് എന്ന് പറഞ്ഞാൽ പാർശ്വവശങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ 2 എണ്ണമാണ്. ഈ 2 എണ്ണത്തിന്റെ പ്രത്യേകത, ഈ താഴെയുള്ള സൈഡിന്റെ 1.5 വരണം. 1.5 എന്ന് പറഞ്ഞാൽ 1.5 മടങ്ങ്. 1.5. എടാ, ഈ 1.5 മടങ്ങ് ഒന്നും കണ്ടു പേടിക്കണ്ട. നമുക്ക് ഇതിനെ മാറ്റാൻ അറിയില്ലേ? ഇതിനെങ്ങനെയാ ഇംപ്രോപ്പർ ആക്കി മാറ്റുക? വിഷമ ഭിന്നമാക്കി മാറ്റി എങ്ങനെയാ? ഈ 1 × 2 ചെയ്യുക. 1 × 2 2. എന്നിട്ട് ആ 2നോട് ഈ മുകളിലുള്ള 1 കൂട്ടുക. ആ 2 1 കൂട്ടിയാൽ അത് 3 ഡിവൈഡഡ് ബൈ താഴെ ആ 2. അപ്പൊ ഈ 1.5 എഴുതുന്നതിന് പകരം നിങ്ങൾ 3/2 എന്ന് എഴുതിയാൽ മതി. 2 ഒന്നാണ്. ഈ 1ഉം ഈ 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 2 2. എന്നിട്ട് ആ 2നോട് ഈ മുകളിലുള്ള 1 പ്ലസ് ചെയ്തിട്ട് കിട്ടുന്ന 3 ആണ് ഇത്. എന്നിട്ട് ഈ ബൈ, ഇവിടെയുള്ള /2 തന്നെ ഇവിടെയും /2 എന്ന് എഴുതി വെക്കുക. 3/2 ആണ് ഈ 1.5 മടങ്ങ് എന്ന് പറഞ്ഞാൽ. ഇനി ഇതിന്റെ ആൻസർ ചെയ്യാനുള്ള സ്റ്റെപ്പ് നോക്കണേ. താഴെ എത്രയാണോ എഴുതുന്നത് അതിന്റെ 1.5 മടങ്ങാണ് ഈ സൈഡിൽ എഴുതേണ്ടത്. താഴെ നിങ്ങൾ ഒരു 1 കൊടുത്തെന്ന് വിചാരിക്കാം. അപ്പൊ 1ന്റെ 3/2. 1 × ഇവിടെ എന്താണോ എഴുതുന്നത് അതേ × 3/2 ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ എഴുതാം. അപ്പൊ ഇതും 3/2, ഇതും 3/2 എന്ന് വരും. റെഡി? കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണ് നിങ്ങൾ താഴെ എഴുതുന്നത്. താഴത്തെ നമ്പർ ഞാൻ ഒന്ന് മാറ്റട്ടെ.
താഴെ നിങ്ങൾ എഴുതുന്ന നമ്പർ എത്രയാണെന്ന് അറിയോ? താഴെ 1ന് പകരം നിങ്ങൾ 2 ആണ് എഴുതുന്നത് വിചാരിക്കാം. റെഡി? താഴത്തെ 2 ആണ് എഴുതുന്നെങ്കിൽ പിന്നെ ഈ സൈഡിൽ വരാൻ പോകുന്നത് 2 × 3/2 ആയിരിക്കും പിന്നെ സൈഡിൽ വരിക. എന്താണോ നിങ്ങൾ ബേസിൽ എടുക്കുന്നത് അതിന്റെ 1.5 മടങ്ങാണ് സൈഡിൽ 2 വരേണ്ടത്. അപ്പൊ സൈഡിലെ 2 ഒരേ വലുപ്പമാണ്, ഐസോസിലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് 2 സൈഡ് ഒരേ വലുപ്പമാണ്. 2 × 3/2 ചെയ്താൽ നിങ്ങൾക്ക് ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി 3 എന്ന് കിട്ടും. അപ്പൊ നിങ്ങൾ താഴെ 2 എടുക്കുന്ന ആളുകൾക്ക് ഇവിടെയും 3ഉം 3ഉം ആണ് വരിക. ഐഡിയ മനസ്സിലായോ? ഇത്രയും ആലോചിച്ച് വെച്ചാൽ മതി. എന്താണോ നിങ്ങൾ ബേസ് എടുക്കുന്നത് അതിന്റെ 1.5 മടങ്ങാണ് അപ്പുറത്ത് എടുക്കേണ്ടത്. ഇതാണ് നമ്മുടെ പോയിന്റ്. ഇനി നിങ്ങൾ ഇവിടെ 3 ആണ്, ബേസിൽ 3 ആണ് എടുക്കുന്നതെങ്കിൽ 3 × 3/2 ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് 3 × 3 എന്ന് പറഞ്ഞാൽ 9, 9/2 എന്ന് പറഞ്ഞാൽ 9ന്റെ പകുതി, 9ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 4.5 സെന്റിമീറ്റർ ആയിരിക്കും. ഐഡിയ മനസ്സിലായോ മക്കളെ? നിങ്ങൾ താഴെ 1 എടുക്കുന്ന ആളുകൾ സൈഡിൽ 3/2 എന്ന് വെച്ചാൽ 1.5 എടുക്കണം. നിങ്ങൾ താഴെ 2 എടുക്കുന്ന ആൾക്കാർ സൈഡിൽ എടുക്കേണ്ടത് എത്രയാ? 2 എടുക്കുന്നവർ സൈഡിൽ എടുക്കേണ്ടത് 3 സെന്റിമീറ്റർ എടുക്കണം. ഇനി 3 എടുക്കുന്ന ആൾക്കാർ സൈഡിൽ 4.5 എടുക്കണം. എന്താണോ നിങ്ങൾ ബേസ് എടുക്കുന്നത് അതിന്റെ 1.5 മടങ്ങ് അല്ലെങ്കിൽ × 3/2 ചെയ്താൽ നിങ്ങൾക്ക് സൈഡിൽ എത്രയാന്ന് കിട്ടും. കിട്ടൂലേ? നമുക്ക് ഇതിൽ ഏതെടുത്ത ചെയ്യാം? നിങ്ങൾക്ക് ഏത് വേണം എടുത്തോ. 4.5 എടുത്തോ, 4.5 എടുക്കാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് നിങ്ങൾ എടുത്തോ. നമുക്ക് ബാക്കി ആൻസർ കിട്ടണം. വരയ്ക്കേണ്ടത് ഏത് ട്രയാങ്കിളാണ് വരയ്ക്കേണ്ടത്? ഐസോസിലസ് ട്രയാങ്കിൾ ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. 2 സൈഡ് സെയിം ആവണം. പെരിമീറ്റർ ഒക്കെ എത്രയാ നോക്കട്ടെ. നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചു നോക്കാം. ചുറ്റളവ് എത്രയാ? ചുറ്റളവ് 13 കിട്ടണം. നമ്മൾ വരയ്ക്കാൻ പോകുന്ന സമപാർശ്വ ത്രികോണത്തിന്റെ ചുറ്റളവ് 13 ആണ്. നമ്മൾ ഇതിന്റെ ആൻസർ ചെയ്യാൻ പോവാണേ. ആദ്യത്തെ പരിപാടി 13 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരയ്ക്കലാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മളെ പെരിമീറ്റർ എത്രയാണോ അത്രയും വലുപ്പമുള്ള ഒരു സൈഡ് വരച്ചു വെക്കലാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് ആദ്യം ചെയ്തേക്കാം. 13 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരച്ചു. അതിനുശേഷം സൈഡിൽ ഒരു ലൈന് ചരിച്ച് വരയ്ക്കലല്ലേ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്. ആ ചരിച്ച് വരയ്ക്കുന്നത് എത്ര സെന്റിമീറ്ററിൽ വരയ്ക്കണം അത് നിങ്ങളുടെ ചോയ്സ് ആണ്. സൈഡിൽ എത്ര വരയ്ക്കണം എന്നുള്ളത്. മക്കളെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ആ ഒരു ബേസ് ആയിട്ട് എടുക്കുന്നത് നിങ്ങൾ 1 ആണ് നിങ്ങൾ ബേസിൽ എടുക്കുന്നത് വിചാരിക്കുക. ബേസിൽ നിങ്ങൾ എടുക്കുന്നത് 1 ആണെങ്കിൽ നിങ്ങൾ സൈഡിൽ എത്രയാണ് വരയ്ക്കേണ്ടത്? ബേസ് 1 ആക്കി എടുത്താൽ അതിന്റെ 3/2 നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. അപ്പൊ 1.5 ആയിരിക്കും സൈഡിൽ വരയ്ക്കേണ്ടത്. ഇനി നിങ്ങൾ ബേസിൽ 2 എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ സൈഡിൽ വരയ്ക്കേണ്ടത് അതിന്റെ 3/2 എന്ന് പറഞ്ഞാൽ ആൻസർ 3ഉം 3ഉം ആണ് വരിക. ഇനി നിങ്ങൾ ബേസിൽ 3 ആക്കി എടുക്കുന്നവർക്ക് സൈഡിൽ 4.5 നമ്മൾ നേരത്തെ പറഞ്ഞ് കൃത്യമാക്കി ചെയ്യാം. ഇനി ഇതൊന്ന് നോക്കാം എങ്ങനെയാണ് വരയ്ക്കേണ്ടത് നോക്കണേ. സൈഡിൽ വരയ്ക്കുന്ന ലൈന് 2 എടുക്കുന്നവർ 2 + 3 5ഉം 5 + 3ഉം കൂടെ 8 സെന്റിമീറ്ററിൽ സൈഡ് വരയ്ക്കണം. ഇനി നിങ്ങൾ 3 എടുക്കുന്നവർ ബേസ് 3 എടുക്കുന്നവർ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് എത്ര കിട്ടും? 4.5 കൂടെ ഒരു 9ഉം 9 + 3ഉം കൂടെ 12 സെന്റിമീറ്ററിലാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് 12 വരയ്ക്കുന്നല്ലേ നല്ലത്. നമ്മൾ ഈ വരച്ച് വെച്ച ലൈൻ ഓൾമോസ്റ്റ് 13 അല്ലേ. അപ്പോൾ അതിനോട് അടുത്ത് നിൽക്കുന്ന രീതിയിൽ എടുത്താൽ കുറച്ചുകൂടി ഒരു ഭംഗിയുള്ള ചിത്രം അല്ലേ. മറ്റേത് എടുത്താലും ആൻസർ കിട്ടും, കുഴപ്പമൊന്നുമില്ലേ. നിങ്ങളെ ചോയ്സ് ആണ്. ഞാൻ തൽക്കാലം ഇത് എടുക്കാൻ തീരുമാനിച്ചു. 4.5 3ൽ വരയ്ക്കാം. ഓക്കെ, ഒന്ന് പോയി നോക്കുകയാണേ. 4.5 3ലാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. ഇവിടുന്ന് ഇതാ ഇങ്ങനെ നമ്മളെല്ലാം കൂടെ 12 സെന്റിമീറ്ററിലാണ് വരയ്ക്കാൻ പോകുന്നത്. 12 സെന്റിമീറ്ററിൽ ലൈൻ വരച്ചു വെക്കാം. ഇതാ ഇവിടം വരെ ഉണ്ട് നമ്മുടെ 12. എന്നിട്ട് ആ 12നെ നമുക്ക് വേണ്ട രീതിയിൽ ഈ പറഞ്ഞ വാല്യൂസ് ആക്കി നമുക്കൊന്ന് കട്ട് ചെയ്യണം. ഏത് പറഞ്ഞ വാല്യൂസ് ആയിട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്? ഒരു 3ഉം ഒരു 3, ബാക്കി 2 എണ്ണം 4.5. എവിടെ വരിക? 4.5 അല്ലേ വേണ്ടേ? 1 2 3 4 5 വേണ്ട, 4.5 അല്ലേ. ഇതാ ഇവിടം വരെ. ഇനി ഇതിന് ശേഷവും നമുക്ക് ഒരു 4.5 ആയിട്ട് കട്ട് ചെയ്യണം. ഒന്നുകൂടെ നോക്കണേ. ഫസ്റ്റ് 1 എത്രയില്ല? 3ൽ എടുത്തു. അടുത്തത് 1 2 3 4 ദാ ഇവിടെയല്ലോ കേട്ടോ. 4.5 ഇവിടെയാണേ. ഇതിലൊരു 4.5, ഇവിടെ നമുക്കൊരു 4.5. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് അവസാനം ഫിനിഷ് ആവുന്നവരെ. ഓക്കെ, അങ്ങനെ 3 പീസാക്കി എടുത്തു. ഒന്ന് 3, 2 എണ്ണം 4.5. അതിനുശേഷം ഇത് തമ്മിൽ ജോയിൻ ചെയ്ത് വെക്കുന്നു. ഒരെണ്ണം 3 സെന്റിമീറ്ററും 2 എണ്ണം 4.5ലുമാണ് നമ്മൾ എടുത്തത്. ഓക്കെ മക്കളെ, അപ്പൊ ജോയിൻ ചെയ്യട്ടെ. ഇതിനി ജോയിൻ ചെയ്യാൻ നമ്മൾ ബാക്കിയൊക്കെ നമ്മൾ പണ്ട് എങ്ങനെയാണോ ചെയ്തത് അതേ സ്റ്റെപ്പുകൾ തന്നെ റിപ്പീറ്റ് ചെയ്യുക. നിങ്ങൾ ഇതാ ഈ എൻഡ് പോയിന്റ് തമ്മിൽ ജോയിൻ ചെയ്ത് വെക്കുന്ന നമ്മുടെ സ്ഥിരം സ്റ്റെപ്പ് അത് ആദ്യം ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യാം. ഇനി ആ വരച്ചതിന്റെ പാരലൽ നമുക്ക് ഇതിലെയൊക്കെ പാരലൽ പോകണം. പാരലൽ വരയ്ക്കണമെങ്കിൽ ആര് വേണം? പാരലൽ വരയ്ക്കണമെങ്കിൽ നമുക്ക് സെറ്റ് സ്ക്വയർ വേണം. സെറ്റ് സ്ക്വയർ ഇല്ലാതെ പരിപാടി നടക്കൂല. അപ്പൊ പാരലൽ വരയ്ക്കുന്ന സ്റ്റെപ്പിലേക്കാണ് അടുത്തത് പോകുന്നത്. ഇതാ ഇങ്ങനെ കറക്റ്റ് ആക്കി വെച്ചിട്ട് നമുക്ക് പാരലൽ വരയ്ക്കാം അല്ലേ. ഇതിന് കറക്റ്റ് നോക്കേ, ഇപ്പൊ റെഡി അല്ലേ. ഇങ്ങനെ കറക്റ്റ് ആക്കി വെച്ചിട്ട് സൈഡിൽ ആരെ കൊണ്ട് വെക്കണോ? മാറിപ്പോണ്ട. സൈഡിൽ ആരെയാ നമ്മൾ വെക്കല്? സൈഡിൽ നമുക്ക് സ്കെയിൽ വെക്കുന്ന സ്റ്റെപ്പ് ഉണ്ട് അല്ലേ.
സൈഡിൽ അത് ചരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ കൃത്യമാക്കി സ്കെയിലും കൊണ്ടുപോയി സൈഡിൽ വെക്കുന്നു. റെഡി, ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് ബാക്കി നീക്കി കൊണ്ടുപോകുന്നു. സെറ്റ് സ്ക്വയർ നീക്കി ഇവിടം വരെ എത്തുക. ഒരു ലൈന് വരയ്ക്കുക. ഒന്ന് പാരലൽ വരച്ചു, ഒരു സമാന്തര വര ആദ്യം വരച്ചു. അതിനുശേഷം ഇത് നീക്കി എങ്ങോട്ടാ നീക്കി കൊണ്ടുപോകേണ്ടത്? അടുത്ത പോയിന്റ് എവിടെയാ നോക്കുക. ഇപ്പട്ടെയാണ് നമുക്ക് അടുത്ത പോയിന്റ് വരുന്നത്. അവിടെ അടുത്ത പാരലലും വരയ്ക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റെപ്പ്. ഇപ്പൊ നിങ്ങൾ ഈ വരച്ച് വെച്ചത് എന്തൊക്കെയാണെന്ന് നോക്കിക്കോണേ, ഒന്ന് ക്ലിയർ ആക്കിക്കോ. ഇപ്പൊ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത് എല്ലാവരും നോക്കേ. എന്തൊക്കെയാ നിങ്ങൾ ചെയ്തത്? സ്കെയിൽ ഒന്ന് ഒഴിവാക്കട്ടെ. ഇവിടെ 3, 4.5, 4.5. അപ്പൊ നമുക്ക് ഈ താഴത്തെ സൈഡ് എങ്ങനെ കട്ടായി? ഇതൊരു 4.5, 4.5, 3. 3:4.5 4.5 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് താഴെ നമ്മുടെ ആ സൈഡ് ഡിവൈഡ് ആയി കിടക്കുന്നത്. ഇനി നിങ്ങൾ എന്താ വരയ്ക്കേണ്ടത്? ഐസോസിലസ് ട്രയാങ്കിൾ ആണ് വരയ്ക്കേണ്ടത്. അപ്പൊ രണ്ട് സൈഡ് സെയിം ആവണ്ടേ? അതിൽ ഒരു സൈഡ് നിങ്ങൾ വരയ്ക്കാൻ പോകുന്ന രണ്ട് സൈഡ് സെയിം ആക്കി വരയ്ക്കുകയാണെ. ഒരു സൈഡ് ഇത്, രണ്ടാമത്തത് ഇത് രണ്ടും ഒരേ വലുപ്പല്ലേ? ഇത് രണ്ടും ഒരേ വലുപ്പാണ്. ഒരാള് ഇതും. ഈ 3 സൈഡ് വെച്ചിട്ട് ഒരു ട്രയാങ്കിൾ വരച്ചാൽ അതിന്റെ രണ്ട് സൈഡ് സെയിം ആയിരിക്കും. ഒരു സൈഡ് ഈ സൈഡ് ആയിരിക്കും വരിക. ആ ബേസിന്റെ 1.5 ആയിരിക്കും ബാക്കി രണ്ടും ഉണ്ടാവുക. ഇനി നിങ്ങൾ സാധാ ചെയ്യുന്ന പോലെ കോമ്പസ് വെച്ച് മാറ്റി വരച്ചാൽ മതി. എങ്ങനെ മാറ്റി വരയ്ക്കുക? ഈ അളവ് കോമ്പസ് വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട അളവ് ഏതാണ് നമുക്ക് വേണ്ട അളവ്? ആ അളവ് അങ്ങനെ തന്നെ വെച്ചേക്കുക. നോക്കേ, കോമ്പസ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് വേണ്ട അളവ് ഒരളവ് ഇതാണ് വേണ്ടത്. അത് നമുക്ക് അളന്നെടുക്കാം. ഒരെണ്ണം ഇത്. റെഡി? ആ അളവൊന്ന് നമ്മൾ താഴത്തേക്ക് വരച്ചു വെക്കുന്നു. ഒരാർക്ക് ഇങ്ങനെ വരയ്ക്കുന്നു. ഇനി അടുത്ത അളവ് ഏതാ? അടുത്ത നിങ്ങൾ ട്രയാങ്കിൾ വരയ്ക്കാൻ വേണ്ട അടുത്ത വാല്യൂ അത് ഏതാ എടുക്കേണ്ടത്? ഈ അളവ് എടുത്താൽ മതി. ഇവിടെ മുതൽ എവിടം വരെ? ഒന്നുകിൽ ഇവിടെ മുതൽ ഇവിടം വരെ എടുക്കുക, അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എടുക്കുക. അത് രണ്ടും ഒരേ വലുപ്പമായിരിക്കേ. രണ്ടും റേഷ്യോയിൽ 4.5, 4.5 എന്നല്ലേ വന്നേ. അപ്പൊ ഇതും ഒരേ വലുപ്പമാണ്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി. ഇതന്നെ എടുത്തോ, അളവ് മാറ്റം വേണ്ട, സെയിം അല്ലതാ. ഈ അളവ് തന്നെ നീട്ടിയതാ ഇവിടം വരെ. നോക്കിക്കോണേ. ഓക്കെ, ഇത്രയും ഉണ്ടാവും. ഈ അളവ് എടുത്തിട്ട് നമ്മൾ താഴത്തേക്ക് ഇതിനെ ക്രോസ് ആക്കി ഇതിനെ കട്ട് ചെയ്യുന്നു. ഇങ്ങനെ വരയ്ക്കുന്നു. ഇപ്പൊ നമ്മൾ എങ്ങനെയാ വരയ്ക്കാൻ പോകുന്ന ഉദ്ദേശിച്ചോ? ഒരു സൈഡ് ഇത് തന്നെ, രണ്ടാമത്തെ ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കണം, മൂന്നാമത്തെ ഇവിടുന്ന് ഇങ്ങോട്ടും വരയ്ക്കണം. സ്കെയിൽ എടുത്ത് നമുക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുമ്പോൾ മാറിപ്പോവരുതേ, തെറ്റിപ്പോവരുതേ. നടുവിലത്തെ ആ സൈഡ് നമ്മൾ അങ്ങനെ തന്നെ വെച്ചിട്ട് ബാക്കിയാണ് നമ്മൾ മാറ്റി വരയ്ക്കുന്നത് കേട്ടോ. മാറ്റി വരയ്ക്കട്ടെ. ഇവിടെയാണ് നമുക്ക് മാറ്റി വരയ്ക്കേണ്ടത്. ഓക്കെ, ഇത് ഇങ്ങനെ വെച്ചിട്ട് നമ്മളിത് ജോയിൻ ചെയ്താൽ ആൻസർ കയ്യിലേക്ക് വരാൻ പോവാണ്. അപ്പൊ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എവിടുന്ന് എങ്ങോട്ടേക്കാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. ഇവിടുന്ന് ഒന്ന് ഇങ്ങോട്ടേക്കും ജോയിൻ ചെയ്യുന്നു. അതേപോലെ മറ്റേ അറ്റത്ത് നിന്ന് ഒന്ന് താഴത്തേക്കും ജോയിൻ ചെയ്യണേ. ഈ എൻഡിൽ നിന്നും നമുക്ക് ജോയിൻ ചെയ്യാനുണ്ട്. അപ്പൊ മാറിപ്പോവരുത്. ഇതും കൂടി ഒന്ന് ജോയിൻ ചെയ്താൽ ആൻസർ കൃത്യം. വരയ്ക്കട്ടെ. ഇവിടുന്നും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് വെക്കുക. ഇങ്ങനെയും കൂടെ ജോയിൻ ചെയ്യുക. ഇതാണ് നിങ്ങളോട് വരയ്ക്കാൻ പറഞ്ഞ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? ഇതിൽ രണ്ട് സൈഡ് സെയിം ആ. ഏത് രണ്ട് സൈഡാ സെയിം ആയേ? ഈ സൈഡും ആണ് മക്കളെ സെയിം ആയത്. രണ്ട് വശങ്ങൾക്ക് ഒരേ നീളം. താഴെ സൈഡ് നമ്മുടെ ഇത് ഇങ്ങോട്ട് മാറ്റി വരച്ച് താഴത്തെ സൈഡ്. ആ സൈഡിന്റെ 1.5 ടൈംസ് ആണ് ബാക്കി രണ്ട് സൈഡും ഉണ്ടാവുക. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഈ ചിത്രങ്ങളെല്ലാം ഈ ചാപ്റ്ററിൽ വരുന്ന കംപ്ലീറ്റ് വരയ്ക്കുന്നതും അങ്ങ് ചെയ്ത് പഠിച്ചേക്കുക. ഇവിടുന്ന് ഒരു 1/2 മാർക്ക് പോലും നമുക്ക് പോകാൻ പാടില്ല. അപ്പൊ എല്ലാവരും ഇത് ചെയ്ത് പഠിക്കുക. സൂപ്പറായിട്ട് പരീക്ഷ എഴുതുക. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കരുത്. ഒരു ലൈക്ക് അടിച്ചോ. എന്നാ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേട്ടോ. ഇത്രയും ചെയ്ത് പഠിക്കുക, ഫുൾ മാർക്ക് അടിക്കാം. ഓക്കെ, ബൈ.